رحمة ربك بمجنون وإن لك لأجرا غير ممنون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الشفاعة هب لنا في القيامة مشفقا واهلنا إمضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. وعلم أمة سيدنا ومولانا محمد. സർവാധരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടാം ദിവസമായ ഇന്ന് നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു സംസാരിക്കുകയാണ്. ഹബീബിനെ ശല്യം ചെയ്യുന്നത് നമുക്ക് ഇഹത്തിലും പരത്തിലും ആപത്താണ്. അത് ഒന്നിന് ചുരുങ്ങിയത് 10 തിരിച്ചടിക്കപ്പെടും എന്ന ബോധമുണ്ടാവണം എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞു വരുമ്പോൾ ഹബീബിനെ ശല്യം ചെയ്യുന്ന ചില ചിത്രങ്ങൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നും കൂടെ പരാമർശിക്കാനുണ്ട്. 4-5 ഇനിയും പരാമർശിക്കാനുണ്ട്. ഒന്ന് പറയുകയാണ്. ഇന്ന് ബാക്കി പറയാന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും ആ ഒരൊറ്റ ഒന്ന് മാത്രം പരാമർശിക്കുകയാണ്. തിരുനബിയെ ശല്യം ചെയ്യുക എന്ന ഗണത്തിലാണ് ഹബീബിന്റെ തിരു കുടുംബത്തെ ശല്യം ചെയ്യുന്നതിന് ഇമാമിയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈദാഉ അഹ്ലിൽ ബൈത്ത് മിൻ ഈദാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുബൈത്തിനെ ശല്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് തിരുനബിയെ ശല്യം ചെയ്യലാണ്. ഹബീബിന്റെ കുടുംബത്തിന് വലിയ ബഹുമാനമാണ് ഹബീബ് കൽപ്പിച്ചിട്ടുള്ളത്. ആ കാര്യം ഹബീബ് നമ്മളോട് പ്രത്യേകം ആവശ്യപ്പെട്ടതുമാണ്. അവരെ നിങ്ങൾ ബഹുമാനിച്ചോളണം എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നല്ല ഒരു ഉത്ബോധനം നടത്തുന്നു, നല്ല ഒരു വഅദ് പറയുന്നു. ആ സദസ്സിൽ വെച്ച് മുത്തുനബി തങ്ങൾ അവരോട് പറഞ്ഞു, അമ്മാ ബഅദ്, പ്രാരംഭ മുറകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം, സ്വലാത്തും ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിയതിന്റെ ശേഷം മുത്തുനബി അവരോട് പറയുന്നു, അലാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഫഇന്നമാ അന ബശറുൻ യൂശികു അൻ യഅതിയ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ വരാൻ അടുത്തെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് വഫാത്തിന്റെ സമയമടുത്തിട്ടുണ്ട്. എന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ ദൂതനായ അസ്റായീൽ വരാൻ സമയമായിട്ടുണ്ട് എന്നർത്ഥം. ഞാൻ മരിക്കാറായിട്ടുണ്ട്, എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഫഉജീബ്, ആ ദൂതൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം ചെയ്യും. അതിന് സമയമായി കഴിഞ്ഞു. വഫാത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങളെ എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത്,
വഅന താരിക്കും ഫീക്കും സഖലൈൻ, ഞാൻ നിങ്ങളിൽ 2 ഭാരമുള്ള വസ്തുക്കളെ ഇവിടെ ഉപേക്ഷിച്ചിട്ടിട്ടാ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ശുദ്ധ ശൂന്യത ബാക്കി വെച്ചുകൊണ്ടല്ല മരിച്ചു പോകുന്നത്, വഫാത്തായി പോകുന്നത്. മുത്തുനബി പറയാണ്, ഞാൻ വഫാത്തായി പോകുന്നത് നല്ല കനമുള്ള 2 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചേച്ചിട്ടാ പോകുന്നത്. ഞാനില്ലെങ്കിൽ എനിക്ക് പകരം നല്ല ഭാരമുള്ള 2 വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ഷീണവും ഒരു കാലത്തും വരൂല. ആ രൂപത്തിൽ നല്ല ഭാരമുള്ള 2 വസ്തുക്കളെ ഇവിടെ വെച്ചിട്ടാ പോകുന്നത്. അവ്വലുഹുമാ, ഏതാണ് ആ കനമുള്ള വസ്തുക്കൾ? അത് ദുർബലമല്ല. ഞാൻ വെച്ചു പോകുന്ന വസ്തുക്കൾ അത് നല്ല കനമുള്ളതാണ്, അല്ലെ? നമ്മൾ കനമുള്ള ആലിം എന്നൊക്കെ പറയാറുണ്ട്. നല്ല കഴമ്പുള്ള 2 സാധനങ്ങൾ ഇവിടെ വെച്ചേച്ചാ പോകുന്നത്. ഒന്ന്, അവ്വലുഹുമാ കിതാബുല്ലാഹ്, ഞാനിവിടെ വെച്ചു പോകുന്നത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ ബലഹീനരാവൂല, നിങ്ങൾ ശക്തരായിരിക്കും. ശക്തമായ കിതാബ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടല്ലേ പോകുന്നത്. ഫീഹിൽ ഹുദാ വന്നൂർ, മാർഗദർശനവും വെളിച്ചവും ആ വിശുദ്ധ ഖുർആനിലുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബി, നിങ്ങൾ ആ ഖുർആൻ മുറുകെ പിടിക്കണം, എന്നാ നിങ്ങൾ പരാജയപ്പെടില്ല. ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരാജയപ്പെടില്ല. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ജനനം മുതൽ മരണം വരെ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇവിടെ വരഞ്ഞു കാണിച്ചു തന്നു. ആ ശൈലി അനുസരിച്ച് ജീവിച്ചോളണം. എന്നിട്ട് പറഞ്ഞു, രണ്ടാമത് ഞാൻ നിങ്ങളിൽ ഇട്ടേച്ച് പോകുന്നത് വ അഹ്ലു ബൈത്തി, എന്റെ കുടുംബത്തെയുമാണ്, എന്റെ കുടുംബത്തെയുമാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. 3 വട്ടം മുത്തുനബി ആവർത്തിച്ചു പറഞ്ഞു, എന്റെ കുടുംബത്തിന്റെ കാര്യത്തില് ഞാൻ നിങ്ങളോടൊന്ന് പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണേ. എന്റെ കുടുംബത്തിന്റെ കാര്യത്തില് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 തവണ ഞാൻ നിങ്ങളോട് ഇത് ഉപദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നത്. അഹ്ലുബൈത്താണ് ഏത് കാലഘട്ടത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്. അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്തില്ലെങ്കിൽ നിലനിൽപ്പില്ല. അത് അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുബൈത്തിന്റെ പരമ്പര മുറിഞ്ഞു പോകാതെ ഇവിടെ എന്നേക്കും സൂക്ഷിച്ചു വെച്ചതും. എന്താണ് ഈ അഹ്ലുബൈത്തിന്റെ പ്രത്യേകത? ആരാണ് അഹ്ലുബൈത്ത്? നമ്മൾ സാധാരണ കിതാബുകളിൽ നിന്ന് സാധാരണ പഠിച്ചു വരുന്ന ഒരു സംഗതിയാണ്. ആരാണ് അഹ്ലുബൈത്ത്? എല്ലാ കിതാബിലും ആലുന്നബിയാരാ, നബി തങ്ങളുടെ കുടുംബമേധാന്ന് ചർച്ച ചെയ്യുന്നിടത്തൊക്കെ പറയുന്നത് കാണാം, ബനു ഹാഷിം ബനുൽ മുത്തലിബ്. ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മുഅ്മിനീങ്ങളായ സന്താന പരമ്പരക്കാണ് റസൂലുള്ളാഹിയുടെ തിരുകുടുംബം എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയായ അബ്ദുമനാഫ്, ആ അബ്ദുമനാഫിന്റെ മകനാണ് ഹാഷിം. അവരുടെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അവരുടെ മകനാണ് അബ്ദുള്ള. അവരുടെ മകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങളുടെ വല്ലിപ്പയായ, വല്ലിപ്പ എന്ന് പറഞ്ഞാൽ വല്ലിപ്പാന്റെ വാപ്പ, വല്ലിപ്പായുടെ വാപ്പ. അപ്പൊ ആ വല്ലിപ്പ അബ്ദുമനാഫിന് ശരിക്ക് 4 മക്കളുണ്ടായിരുന്നു. അബ്ദുമനാഫിന് 4 മക്കളുണ്ടായിരുന്നു. എന്താണ് ആ 4 മക്കളുടെ പേര്? ഹാഷിം, അബ്ദു ഷംസ്, മുത്തലിബ്, നൗഫൽ.
ഇങ്ങനെ 4 മക്കളുണ്ടായിരുന്നു ആർക്ക്? അബ്ദു മനാഫിന്. അബ്ദു മനാഫിന് 4 മക്കളാ ഉള്ളത്. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചാലും സ്നേഹിച്ചാലും കിട്ടുന്ന നേട്ടം എന്താന്ന് ഇതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ശല്യം ചെയ്യുന്നതിന്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനെ ശല്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊന്നും കൂടെ ആ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ കിതാബിലൊക്കെ ഹാഷിം മുത്തലിബിന്റെ മക്കളാണ് ആലുബൈത്ത് റസൂലില്ല എന്ന് പറയാൻ കാരണം? ഹാഷിമിന്റെ മക്കളാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, കാരണം അബ്ദു മനാഫിന്റെ നേരെ മകനാണ് ഹാഷിം, അവരുടെ നേരെ മകനാണ് അബ്ദുൽ മുത്തലിബ്, അവരുടെ മകനാണ് അബ്ദുള്ള, അവരുടെ മകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലെ, ആ കുടുംബം ശരിക്ക് നേർക്ക് നേരെയാണ്. പക്ഷേ മുത്തലിബിന്റെ, ഹാഷിമിന്റെ കൂട്ടത്തിൽ മുത്തലിബിനെയും കൂടെ കൂട്ടിയെങ്കിൽ അതുപോലെ അപ്പുറത്ത് അബ്ദു ഷംസില്ലേ, നൗഫലില്ലേ, എന്ത് അവരുടെ മക്കളെ ആലുബൈത്തിൽ കൂട്ടാതിരുന്നത്? എല്ലാ കിതാബുകളിലും കാണുന്നത് അങ്ങനെയാണ്. മുത്തലിബ് ഹാഷിം കുടുംബത്തിൽ നിന്നുള്ള, ആ സന്താന പരമ്പരയിൽ നിന്നുള്ള മുഅ്മിനീങ്ങളാണ്. റസൂലുള്ളാഹിയുടെ കുടുംബം എന്നാ പറയുന്നതെങ്കിൽ എന്തേ ആ ഹാഷിം മുത്തലിബിനെ പോലെ 2 മക്കളല്ലേ സത്യത്തില് ഈ പറഞ്ഞ 2 ആളുകൾ അബ്ദു ഷംസും നൗഫലും? എന്തുകൊണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വരുന്നില്ല? എല്ലാ കിതാബുകളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അഖാരിബുൽ മുഅ്മിനൂൻ മിൻ ബനി ഹാഷിമിൻ വൽ മുത്തലിബി ഇബ്നൈ അബ്ദി മനാഫ്. അബ്ദു മനാഫിന്റെ 2 മക്കളായ ഹാഷിം മുത്തലിബിന്റെ മക്കളാണ്, അവരാണ് തങ്ങന്മാര്. എന്ത് ഈ 2 ആളുകൾക്ക്, അതായത് ഒന്നും കൂടെ പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ ഈ എളാപ്പ മൂത്താപ്പ, അബ്ദുൽ മുത്തലിബിന്റെ ഈ എളാപ്പ മൂത്താപ്പാര് എന്തുകൊണ്ട് അതിൽ ഒരാൾക്ക് മാത്രം സ്ഥാനം കൊടുത്തു? എല്ലാരെയും എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? 2 ആള് മാത്രമേ ഉള്ളൂ. ഒന്ന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പായുടെ വാപ്പയാണ് ഹാഷിം, അതിൽ തർക്കമില്ല. മുത്തലിബിനെ പെടുത്തിയ സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞ നൗഫലും അബ്ദു ഷംസും ആ കൂട്ടത്തിൽ വേണ്ടേ? അതിന്റെ കാരണം എന്താ? കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതിനൊരു കാരണമുണ്ട് സഹോദരങ്ങളെ. ആ കാരണം തന്നെ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ തയ്യാറില്ലാത്തവനെ അഹ്ലുബൈത്തിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നാണ് അതിന്റെ മറുപടി. അഹ്ലുബൈത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കി. അതുകൊണ്ടല്ലേ സത്യത്തില് ഈ സമരത്തിൽ നിന്ന് ഹുംസുൽ ഹുംസ്, 5-1 5-1 അഹ്ലുബൈത്തിന് കൊടുക്കുന്ന ഈ ഊഴം അഹ്ലുബൈത്തിന് കൊടുത്ത സമയത്ത് അന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് അവിടെ എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലരും കടന്നു വന്നുകൊണ്ട് എതിരഭിപ്രായങ്ങൾ പറഞ്ഞു. നൗഫലിന്റെയും അബ്ദു ഷംസിന്റെയും മക്കള് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ല, എന്തുകൊണ്ടാ ഞങ്ങൾക്ക് ഹുംസുൽ ഹുംസ് ഇല്ലാത്തത്? സമരാർജിത സ്വത്തിന്റെ നിശ്ചിത ഊഴം ഞങ്ങൾക്ക് എന്തുകൊണ്ടില്ല? അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഒരു എളാപ്പാന്റെ മുത്താപ്പാന്റെ മക്കൾ തന്നെയല്ലേ? പറയുന്നത് ന്യായാണല്ലോ. വന്നുകൊണ്ട് ചോദിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവരങ്ങനെ ചോദിച്ചു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, അഅ്തൈത ബനിൽ മുത്തലിബി മിൻ ഖുംസി ഖൈബർ വതറക്തനാ വനഹ്നു ബിമൻസിലത്തിൻ വാഹിദത്തിൻ മിൻക. ബനുൽ മുത്തലിബിന് കൊടുത്തില്ലേ? മുത്തലിബിന്റെ മക്കൾക്ക് ബനു ഹാഷിമിന് കൊടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അത് കാരണം റസൂലുള്ളാഹിന്റെ നേരെ വല്യാപ്പയാണ്, അബ്ദുൽ മുത്തലിബിന്റെ നേരെ വാപ്പയാണ്. പക്ഷെ മുത്തലിബിന്റെ മക്കൾക്ക് കൊടുക്കുമ്പം അബ്ദു ഷംസിന്റെ നൗഫലിന്റെ മക്കൾക്ക് ഞങ്ങൾക്കൊക്കെ വേണ്ടേന്നായി ചോദിക്കുന്നത്. അബ്ദു ഷംസ് ആ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവർ തങ്ങളായി അംഗീകരിക്കപ്പെടുന്നില്ല. അതേസമയം ഉമ്മത്തു മുസ്ലിമയിൽ, ഉമ്മത്തു മുഹമ്മദിയയില് 3-ാം സ്ഥാനം അവർക്കാണ്. 1-ാമത്തെ അബൂബക്കർ സിദ്ദീഖും ഇതിൽ പെടുന്നില്ല. എന്നാലോ ഉമ്മത്ത് മുഹമ്മദിയയില് 1-ാം സ്ഥാനം, എല്ലാ തങ്ങന്മാരെക്കാളും 1-ാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാ. അത് കുടുംബപരമായ മഹിമയല്ല. മനസ്സിലാക്കണം, അത് കുടുംബപരമായ മഹിമയല്ല. ആ കിട്ടിയത് വ്യക്തിപരമായ മഹിമയാണ്.
അപ്പൊ എന്തുകൊണ്ട് ഈ അബ്ദു ഷംസിനെയും നൗഫലിനെയും അവരുടെ മക്കളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നവർ ചോദിച്ചു വന്നപ്പം നബി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു സ്ഥാനം തന്നെയല്ലേ ഞങ്ങൾക്കുള്ളത്, ഞങ്ങളെ മാത്രം ഉപേക്ഷിച്ചത് എന്തേ തറക്തന, ഞങ്ങളെ മാത്രം ഉപേക്ഷിച്ചിട്ടു വനഹ്നു ബിമൻസിലത്തിൻ വാഹിദത്തിൻ മിൻക, നബിയെ തങ്ങളോട് ചേർത്ത് നോക്കുമ്പോ ഞങ്ങളൊക്കെ ഒരു സ്ഥാനത്തല്ലേ, തങ്ങളുടെ വാപ്പാന്റെ എളാപ്പാന്റെ മക്കളാണ്. ഏത് മുത്തലിബിന്റെ മക്കള്, അതുപോലെ തന്നെയല്ലേ അബ്ദു ഷംസിന്റെ മക്കളും, അത് തന്നെയല്ലേ നൗഫലിന്റെ മക്കളും, ഞങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മറുപടി പറഞ്ഞു, ഇന്നമാ ബനൂ ഹാശിമിൻ വ ബനുൽ മുത്തലിബ് ശൈഉൻ വാഹിദ്, ഹാഷിമിന്റെ മക്കളും മുത്തലിബിന്റെ മക്കളും ഒന്നാണ്, മറ്റുള്ളവർ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു തോന്നിപ്പിക്കുന്ന വഹിയല്ലാതെ പ്രഖ്യാപിക്കൂല. ഇന്നലെ നമ്മൾ പറഞ്ഞു, കാമ്മ ഉരിയാടുകയില്ല, വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. പിന്നെന്തുകൊണ്ടാണ് റസൂലുള്ള ഇങ്ങനെ ഈ രണ്ട് കുടുംബത്തെ പുറത്തു നിർത്തിയത്? ആലു ബൈത്തി റസൂലില്ല. ഇതിൽ നിന്ന് ഇവരെ പുറത്തു നിർത്താനുള്ള കാരണം എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഉംദത്തുൽ ഖാരിയിലൊക്കെ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. ഇതിനൊരു കാരണമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം നൽകിയിരുന്നത് ആരാണ്? അബ്ദുൽ മുത്തലിബ് അല്ലെ? ആദ്യകാലത്ത് അന്ന് എതിർപ്പുകളില്ലല്ലോ, അന്ന് എതിർപ്പുകളില്ല, കാര്യമായ സംരക്ഷണമല്ല. ഒരു കുട്ടി എന്ന വാപ്പല്ലാത്ത കുട്ടി എന്നുള്ള നിലക്കുള്ള സംരക്ഷണമൊക്കെ അബ്ദുൽ മുത്തലിബ് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ 40 വയസ്സായതിന്റെ ശേഷമാണ് ശക്തമായ വിമർശനങ്ങൾ വരുന്നത്. അന്നാണ് നാട്ടിൽ കുഴപ്പക്കാരനായി ചിത്രീകരിക്കപ്പെടുന്നത്. അന്നാണ് ഇന്നലെ കേട്ട മജ്നൂൻ വിളി വന്നത്. എതിർപ്പുകൾ വന്നതന്നാ. അന്ന് മുത്തുനബിയെ ആരാണ് സംരക്ഷിച്ചത്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയായ അബൂ താലിബാണ് സംരക്ഷിച്ചത് അല്ലേ? റസൂലുള്ളാഹിയുടെ വാപ്പായുടെ സഹോദരനായ അബൂ താലിബാണ് സംരക്ഷിച്ചത്. ആ അബൂ താലിബിനോട് നിങ്ങൾ സംരക്ഷണം പിൻവലിക്കണമെന്ന് ശത്രുക്കൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ അബൂ താലിബ് വീണ്ടും മകനോട്, മോനെ നീ ധൈര്യമായി വഅദ് പറഞ്ഞോ, ഒരാളും നിന്റെ ദേഹത്തിൽ കൈവക്കില്ല, കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് മൂത്താപ്പ നോക്കിക്കോളാ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് ഇറക്കി വിട്ടു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ പിൽക്കാലത്ത് ശത്രുക്കൾ ശക്തമായി എതിർക്കാൻ തുടങ്ങിയപ്പോൾ അബൂ താലിബ് അന്ന് അതാ ശുഅബ് അബീ താലിബിലേക്ക്, അബൂ താലിബ് പാർക്കുന്ന ഏരിയ, അവിടേക്ക് ഒരാളെ ക്ഷണിച്ചു. അവിടേക്ക് ഇവരെയൊക്കെ വിളിച്ചു ചേർത്തു. ആരെ? ഖുറൈശികളെ വിളിച്ചു ചേർക്കുന്നു. 4 വാപ്പമാരുടെയും മക്കളെ, ഹാഷിമിന്റെ മക്കളെയും മുത്തലിബിന്റെ മക്കളെയും അബ്ദു ഷംസിന്റെ മക്കളെയും നൗഫലിന്റെ മക്കളെയും. എന്നിട്ട് പറഞ്ഞു, പാർട്ടി ഏതാവട്ടെ, പ്രസ്ഥാനമേതാവട്ടെ, എന്തു തന്നെ മുഹമ്മദ് പറയുന്നുണ്ടെങ്കിലും നമ്മളെ മോനാണ് മുഹമ്മദ്, അവനെ നടുറോട്ടിൽ തട്ടാൻ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അവൻ നമ്മളെ കുട്ടിയാണ്, നമുക്കെന്താ അവനെ സംരക്ഷിച്ചുകൂടെ എന്ന് മൂത്താപ്പ ചോദിച്ചപ്പം 2 കുടുംബത്തിലെ മക്കളാ നിന്നത്, ബനുൽ മുത്തലിബും ബനു ഹാഷിമും. മറ്റുള്ളവർ പറഞ്ഞു, വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ മാറി നിന്നു. അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറായ നബി തങ്ങളുടെ കുടുംബത്തിന് തങ്ങന്മാരെന്നും ആലു റസൂലില്ല എന്നും ഓമന പേര് വന്നപ്പോൾ അതേ സ്ഥാനം ചോരബന്ധത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടാക്കാത്ത കുടുംബക്കാരെ അഹ്ലു ബൈത്തിൽ നിന്ന് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കാനും മുന്നോട്ട് വരണം. അപ്പോഴാണ് തങ്ങൾ പോലും ആവുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം സാധാരണ നമ്മൾ കിതാബ് ഓതി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. അന്ന് അബൂ താലിബ് വിഷമത്തോടെ പാടിയ ഒരു കവിതയുണ്ട്. ജസല്ലാഹു അന്നാ അബ്ദ ശംസിൻ വനൗഫല ഉഖൂബത ശർരിൻ ആജിലിൻ ഗൈരി ആജിലി. അബ്ദു ഷംസിനും അബ്ദു നൗഫലിന്റെയും അബ്ദു ഷംസിന്റെയും മക്കൾക്ക് ഒട്ടും വൈകാത്ത പെട്ടെന്നുള്ള ഒരു ശിക്ഷ അള്ളാഹു കൊടുക്കട്ടെ. അന്ന് അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് പാടിയതാണത്.
അബൂതാലിബ് പാടിയതാണ്. അത്രയും വിഷമിച്ചു പോയി. അങ്ങനെ ശുഐബ് അബീ താലിബിൽ മുസ്ലിമീങ്ങളെ ഇട്ട് ഉപരോധിച്ചു. കഅബത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ഉപരോധം അവിടെ കെട്ടിത്തൂക്കി. കരാർ പത്രം എഴുതി. അതിലെല്ലാവരും ഒപ്പിട്ടപ്പോൾ ഈ ബനൂ നൗഫലും ബനൂ അബ്ദുശംസും ആ കൂട്ടത്തിൽ കൂടി. അവർ എങ്ങോട്ട് പോന്നില്ല? ശുഐബ് അബീ താലിബിലേക്ക് വന്നില്ല. അബൂതാലിബിന്റെ ഏരിയക്കാണ് ഈ ശുഐബ് അബീ താലിബ് എന്ന് പറയുന്നത്. അങ്ങോട്ട് വന്നില്ല. ഇതുകൊണ്ടാണ് അവർ തങ്ങന്മാരാകാതിരുന്നത്. അല്ലാതെ കുടുംബപരമായി നോക്കുകയാണെങ്കിൽ അവരും തങ്ങളാവണം. അപ്പൊ ഈ തങ്ങന്മാരെ വിമർശിക്കുക എന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കലാണ്. വേദനിപ്പിക്കരുത്. നബി തങ്ങൾ അവസാനമായി പറയുന്നു, 3 വട്ടം പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി. നോക്കൂ, നിങ്ങൾ തങ്ങന്മാരുടെ ബഹുമാനം എത്ര വലുതാണ്. നിസ്കരിക്കുമ്പം ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പം നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതിയപ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞു നിർത്തിയോ? ഇല്ല. തുടർന്ന് ചൊല്ലിയതെന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ചോ, ഈ സദസ്സിൽ തങ്ങന്മാരിയ്ക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹിയുടെ പേരമക്കൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന തങ്ങന്മാർക്കും ബീവിമാർക്കുമാണ് ഇന്ന് മഗ്രിബ് നിസ്കാരത്തിൽ നിങ്ങൾ ദുആ ചെയ്തതെന്ന് ഓർത്തോ? ഇമാം ശാഫിഈ തങ്ങൾ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകുടുംബമേ, നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനാണ്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളെ നിസ്കാരം പോലും പൂർണ്ണമാകുന്നത് നിങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. എങ്കിൽ പിന്നെ കഥ പറയാനുണ്ടോ? നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ? അതുകൊണ്ട് അവസരോചിതം പറയുന്നു, ഗ്രൂപ്പ് നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ എന്തുമാവാം, തങ്ങന്മാരെ അധിക്ഷേപിക്കരുത്. നമ്മളെ ഒപ്പം നിൽക്കുന്നവർ മാത്രമല്ല തങ്ങള്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയുള്ള, അഖീദ വേണം, മുത്തുനബിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അഖീദയുള്ള തങ്ങളെ എന്നും ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. വിശ്വാസം പഴക്കാത്ത തങ്ങളാണെങ്കിൽ ആ തങ്ങളെ എന്നും മുസ്ലിം ലോകം ആദരിക്കണം. എന്നാ ഇന്ന് കണ്ടുവരുന്നത് എന്താ? ഏതോ ഒരു തറവാട്ടുകാർ മാത്രം തങ്ങന്മാർ. പറ്റൂല. ഇത് ഇസ്ലാമല്ല, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല. തങ്ങന്മാരൊക്കെ തങ്ങന്മാരാണ്. എല്ലാവരും ആദരിക്കപ്പെടണം, എല്ലാവരും ബഹുമാനിക്കപ്പെടണം. അതുകൊണ്ടൊരു ചെറിയ തങ്ങളുട്ടിയെപ്പോലും ആക്ഷേപിച്ചുകൊണ്ട് ഒരിക്കലും നരകത്തിൽ പോകാൻ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാണും പെണ്ണും തയ്യാറായി പോകരുത്. നന്നായി കരുതണം. അല്ലാഹു സലാമത്താക്കട്ടെ. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. തിരുനബി അവരുടെ വരികളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ വലീദ് ഇബ്നുൽ മുഗീറയുടെ ആ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ അതുവരെ പറഞ്ഞു വെച്ചത്. ഇനി തഫ്സീർ വരുന്നത് ഇന്നാണ് എന്ന് പറഞ്ഞു. നമ്മുടെ തലക്കെട്ടിനനുസരിച്ച് ക്രമീകരിച്ചതാ. നൂൻ അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്, അല്ലെങ്കിൽ മഷിക്കുപ്പി സാക്ഷിയാണ്, വൽ ഖലം പേനയും സാക്ഷിയാണ്, വമാ യസ്തുറൂൻ ആ പേന പിടിച്ച് അക്ഷരങ്ങൾ വരയുന്ന വരമൊഴികളും അവർ വരഞ്ഞിടുന്ന വരമൊഴികളും സാക്ഷിയായിരിക്കും. എന്താണിത്? ലൗഹുൽ മഹ്ഫൂദില് പ്രസിദ്ധമായ അൽ ഖലമ് കൊണ്ട് ഒരെഴുത്ത് നേരത്തെ നടന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ തീരുമാനങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു അഭിപ്രായം ഉദ്ധരിക്കുമ്പോൾ തന്നെ അതതിന്റെ അർത്ഥമാണോ എന്നുള്ളതിൽ മുസ്ലിം ലോകത്തിന് ആർക്കും സംശയമല്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ മുഴുവൻ മുഫസ്സിറുകളും പറയാണ് വൽ ഖലം പേനയും വമാ യസ്തുറൂൻ അക്ഷരങ്ങളും സാക്ഷിയാണ്, വരമൊഴികളും സാക്ഷിയാണ്, അവരുടെ വരമൊഴികളും സാക്ഷിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹിറു അന്നഹു ജിൻസുൽ ഖലം. അതേതോ ഒരു പേനയെ ഉദ്ദേശിച്ചല്ല, മൊത്തം പേനയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പേന വർഗമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലദീ യുക്തബു ബിഹി പിടിച്ച അക്ഷരം എഴുതുന്ന എല്ലാ പേനക്കും പറയും അത്. ഇഖ്റഉ റബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം
എന്ന് പറഞ്ഞ അൽ ഖലം, അത് ആ കലമ് മാത്രമല്ലല്ലോ, എല്ലാ കലമുമാണ് എന്നതുപോലെയാണ് ഇത്. അല്ലാഹു തആല പേനയെ പിടിച്ച് സത്യം ചെയ്തത് എന്തിനാ? പേന വലിയ ഒരടയാളമാണ്, അല്ലേ? ചരിത്രത്തിലെ വലിയ ഒരടയാളമല്ലേ കൂട്ടുകാരെ പേന? പേന എന്ന വിപ്ലവമെങ്ങാനും ലോകത്തില്ലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? അള്ളാഹുവിന്റെ ഹബീബിനെ ഇന്നും കൃത്യമായി ഒരു കൂട്ടർ ഹബീബിനെ വികലമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ആ ഹബീബിനെ കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? മാന്യമായ പേന, അല്ലെ? ആ പേന തീർത്ത വിപ്ലവമാണ്. മഹാന്മാരിവിടെ എഴുതി വെച്ച തെറ്റില്ലാത്ത വരികളാണ് ഇന്നും ഹബീബിന്റെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത്. അതുള്ള കാലത്തോളം അള്ളാഹുവിന്റെ ഹബീബിനെ ഇൻസൾട്ട് ചെയ്യാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. വമാ യസ്തുറൂൻ. ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ഈ അഭിപ്രായമുണ്ട്. ഈ പേന, എല്ലാ പേനയും എല്ലാ പേനകളുടെ വരമൊഴികളും എന്നാണ് പറഞ്ഞത് എന്നത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായം, ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായമാണിത്. വമാ യസ്തുറൂൻ എന്നിടത്ത് അബു സഊദ് തങ്ങളും ഇത് പറഞ്ഞു. അല്ലമീറു ലി അസ്ഹാബിൽ ഖലം, തൂലികക്കാരിലേക്കാണ് ഈ ലമീർ മടങ്ങുന്നത്. വമാ യസ്തുറൂൻ, അവരെഴുതുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ എഴുത്തുകാരും, നിഷ്പക്ഷമായി ചരിത്രം എഴുതുന്നവരൊക്കെ നബിയെ തങ്ങൾ മജ്നൂനല്ല, തങ്ങൾ കാര്യപ്പെട്ട ഒരാളാണെന്ന് എഴുതും. ഉറപ്പാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പേനയും മഷിക്കുപ്പിയും സാക്ഷിയാണ്. അങ്ങനെയും ഒരർത്ഥം ഇതിന് വരാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ആദ്യമായി ലോകത്ത് പടച്ചത് കലമാണ്, പിന്നെ പടച്ചത് സുമ്മ ഖലഖൻ നൂൻ, പിന്നെ പടച്ചത് മഷിക്കുപ്പിയാണ്. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ നൂനും കലമും ഇതാണെന്നൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നൂൻ വൽ കലം എന്നിടത്ത് നൂനിന്റെ അർത്ഥം മഷിക്കുപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ തർക്കം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഹദീസുണ്ട്, ആദ്യമായി ലോകത്ത് പടച്ചത് പേനയാണ്, പിന്നെ പടച്ചത് മഷിക്കുപ്പിയാണ് എന്ന്. ഇത് പറയുമ്പോ ഒരു സംശയം വരൂട്ടോ. ആരെങ്കിലുമൊക്കെ ദൂരെ നിന്നാ മൂലരെ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറല്ലല്ലേ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത്, അതല്ലേ? അത് സംബന്ധമായുള്ള സംസാരത്തിലേക്ക് കടക്കുമ്പോഴേക്ക് സമയം വൈകും. നേരത്തെ ഇവിടെ പറഞ്ഞു പോയതുമാണ് എന്റെ പ്രഭാഷണങ്ങളിൽ. ഏറ്റവും ആദ്യം പഠിച്ചത് നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തർക്കവുമില്ല. ഈ പറഞ്ഞത് സംശയാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇതിന്റെയും മുമ്പ് ഇവിടെ പഠിച്ച സംഗതിയുണ്ട്, പേനയുടെയും മുമ്പുള്ള സംഗതിയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെയൊക്കെ മുമ്പുള്ള സംഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കാറ്റിനെ പടച്ച കാലം പറയുന്നുണ്ട്, കാറ്റിനെ പടച്ച കാലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തെ പടച്ച കാലം പറയുന്നുണ്ട്. അർശ്, ആകാശഭൂമികളെ പടക്കുന്നതിന്റെ മുമ്പ് അർശുണ്ട്. അന്ന് ആ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വകാന അർശുഹു അലൽ മാ, അത് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. അപ്പൊ തിരുനബിയോട് ചോദിച്ചു, വെള്ളം എവിടെയായിരുന്നു തങ്ങളെ? കാറ്റിന്റെ മുകളിലായിരുന്നു. അപ്പൊ ഏറ്റവും ആദ്യം ഉള്ളത് കാറ്റാണ്, പിന്നെ വെള്ളമാണ്, പിന്നെ അർശാണ്. അത് കഴിഞ്ഞിട്ടാണ് കലമ് വരുന്നത്. അപ്പൊ പിന്നെ അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം എന്ന് പറഞ്ഞത് അത് ആപേക്ഷികമായ തുടക്കം. നമ്മളൊരു 11 മണിന്റെ മുമ്പ് കല്യാണത്തിന് വന്നോലൊക്കെ എല്ലാവരെ പറ്റിയും പറയും അവൻ ആദ്യമായിട്ട് തന്നെ കല്യാണത്തിന് വന്നു. അപ്പൊ 11 മണിന്റെ മുമ്പ് വന്നോലൊക്കെ പറയുന്ന ഒരു പേരാ എന്നതുപോലെയുള്ള പ്രയോഗം അത്. അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം സുമ്മൻ നൂൻ, കലമ് പടച്ചതിനോട് തുടർന്ന് അല്ലാഹു തആല മഷിക്കുപ്പിയും പടച്ചു. എന്നിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചു. ഖിയാമത്ത് നാൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചെറുതും വലുതുമായ അമലും റിസ്ഖും അജലും, മനുഷ്യന്റെ ആയുസ്, ജീവികളുടെ ആയുസ്, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ വരഞ്ഞിടണം. ഒക്കെ വരഞ്ഞിട്ടു. കുല്ലു സഗീരിൻ വ കബീരിൻ മുസ്തതർ, എല്ലാം വരഞ്ഞിട്ടു. എല്ലാം ചെറുതും വലുതും അവിടെ വരഞ്ഞിട്ടു. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നതൊക്കെ. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൊത്തം പേന, ഇനിയും ലോകത്ത് വരാനുള്ള പേനകളും ആ പേനകളുടെ എഴുത്തുകളുമാണ്. അതാണ് കൂടുതൽ ബലം നൽകുന്നതും. അതാണ് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞു, അല്ലാഹിറു ജിൻസുൽ ഖലം,
എല്ലാ പേനയും ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാകുന്ന കാര്യം. കാരണം വമാ സതറൂന്നല്ല പറഞ്ഞത്, വമാ യസ്തുറൂന്ന. ഖിയാമത്ത് നാൾ വരെ ഇവിടെ എഴുതുന്ന സംഗതിയാ. സത്യത്തില് എഴുത്തുകാരന്റെ പേന യോദ്ധാവിന്റെ വാളിനേക്കാൾ മൂർച്ചയാണ് അതിന്. ഇദാ അഖ്സമൽ അബ്താലു യൗമൻ ബിസൈഫിഹിം വഅദ്ദൂഹു മിമ്മാ യക്സിബുൽ മജ്ദ വൽ കറം കഫാ ഖലമുൽ കുത്താബി ഇസ്സൻ വരിഫഅതൻ മദദ്ദഹരി അന്നല്ലാഹ അഖ്സമ ബിൽ ഖലം. അതെ, യോദ്ധാക്കൾക്ക് വാളുകൊണ്ടാണ് സത്യം ചെയ്യാനുള്ളതെങ്കിൽ അതാണ് വലിയ അന്തസ്സും ബഹുമാനവും ഉണ്ടാക്കുന്നത് എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ കഫാ കലമുൽ കുത്താബി ഇസ്സൻ വരിഫഅതൻ, എഴുത്തുകാരുടെ പേനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും അന്തസ്സിന്റെയും പ്രൗഢിയുടെയും അടയാളം പേനയാണ്. മദദ്ദഹർ, അത് കാലാകാലം നിലനിൽക്കുന്നതാണ്. അന്നല്ലാഹ അഖ്സമ ബിൽ ഖലം, കാരണം അല്ലാഹു തആല ഖലം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, തങ്ങൾ അനുഗ്രഹിച്ചിട്ട് തങ്ങൾ ഭ്രാന്തനല്ല. തങ്ങളെ അൽഹംദുലില്ലാ തങ്ങൾ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞതിന് സമാനമാണ് ഈ വാക്ക്. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, തങ്ങൾ അനുഗ്രഹിച്ചിട്ട് തങ്ങൾ ഭ്രാന്തൻ. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് തങ്ങളുടെ റബ്ബ് തങ്ങളെ രക്ഷിച്ച്, തങ്ങളെ വലുതാക്കി, തങ്ങളെ സംരക്ഷിച്ച് ഇപ്പോഴുള്ള വർത്തമാന കാലത്തേക്ക് എത്തിച്ച റബ്ബില്ലേ, അവൻ നബിയെ ഇനി തങ്ങളെ താഴേക്ക് തള്ളിക്കളയോ ഇല്ല. ആ റബ്ബ് ഇനിയും നിങ്ങളെ തർബിയത്ത് ചെയ്യും. സൂചന അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മാ ബി നിഅ്മത്തില്ലാഹി എന്ന് പറയാതെ മാ ബി നിഅ്മത്തി റബ്ബിക്, മാ അൻത ബി നിഅ്മത്തി റബ്ബിക്. നിങ്ങളുടെ റബ്ബ് അനുഗ്രഹിച്ചിട്ട് തങ്ങളാക്കിയ ഒരു രക്ഷിതാവ് തങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ആ റബ്ബ് അനുഗ്രഹിച്ചിട്ട് അൽഹംദുലില്ലാ തങ്ങള് ഭ്രാന്തനല്ല എന്ന് മാലോകര് പറയും. അതിന് മുസ്ലിം ആവണ്ട. ഇവിടുത്തെ ആ മുസ്ലിമീങ്ങൾ അത് എഴുതും, എല്ലാരും എഴുതും. ആ ചരിത്രം എല്ലാവരും കുറിക്കും തങ്ങളെ. അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. ഈ ആരോപണമൊന്നും കേട്ട് തങ്ങള് ആ പ്രബോധന ഫീൽഡിൽ നിന്ന് പിന്മാറരുതേ തങ്ങളെ. വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നിങ്ങളൊരു നല്ല പാത ഇവിടെ വെട്ടിത്തെളിയിച്ച് പോയാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അണമുറിയാത്ത പ്രതിഫലം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ നിങ്ങള്, അന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഈ ആരോപണങ്ങളൊക്കെ കേട്ട് എല്ലാം മടക്കി വെച്ച് മൂലയിൽ ഇരുന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു സമുദായം ഇവിടെ ഉണ്ടാവുമോ? ഈ ഖുർആൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമോ? മുസ്ലിമീങ്ങൾ ഉണ്ടാവുമോ? എന്നാൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപ്പുകൾ സഹിച്ച് അന്ന് പ്രബോധനം ചെയ്ത് വളർത്തിയ ഖുർആൻ ഇന്ന് എതിർപ്പുകളില്ലാതെ പറയുമ്പോഴും നമുക്ക് സുഖമുണ്ടെന്നത് മാത്രമല്ല, ഈ നമുക്ക് കിട്ടുന്ന തത്തുല്യ പ്രതിഫലം ഇത് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഇവിടെ വഅദ് പറയുമ്പം എനിക്കിതിന്റെ പ്രതിഫലം കിട്ടുന്നത് ആദ്യം മുത്തുനബിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടാ. വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ. കാരണം ഇന്നലെ നമ്മൾ ഇവിടെ കേട്ടതുപോലെ എന്റെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, അങ്ങനെ അങ്ങ് പോയാൽ അവസാനത്തെ ഉസ്താദ് ഷഫീഉനാ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരമ്പര കണ്ണിമുറിയാതെ ഈ നടക്കുന്ന പ്രഭാഷണത്തിന്റെ പ്രതിഫലത്തിന് അർഹരാണ്. അള്ളാഹു എല്ലാവർക്കും ആ സന്തോഷം നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും ആ സന്തോഷം നൽകട്ടെ. അതാ പറഞ്ഞത് വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ. നബിയെ, ഒരിക്കലും തടയപ്പെടാത്ത പ്രതിഫലം. മംനൂൻ എന്ന് പറഞ്ഞാൽ തടയപ്പെടുക, തടയപ്പെടുന്നത്. ഗൈറ മംനൂൻ, ഒരിക്കലും തടയപ്പെടാത്ത പ്രതിഫലം, അപങ്കുരം തുടരുന്ന പ്രതിഫലം നബിയെ തങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. തങ്ങളെ ഹദ്റത്തിലേക്ക് ഇങ്ങനെ വരും. അത് ആലോചിച്ചുകൊണ്ട് നബിയെ തങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം. ഫലാ തംനഉക നിസ്ബത്തുഹും ഇയ്യാക. ഇവർ തങ്ങളെ ഇലൽ ജുനൂൻ, ഭ്രാന്തനാണ് എന്ന് പറഞ്ഞെങ്കിൽ നബിയെ തങ്ങൾ ഒരിക്കലും തന്നെ പിന്മാറി കളയരുത്.
അനിൽ ഇസ്തിഗാലി ബിഹാദൽ മുഹിമ്മിൽ അദീം, ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് നബിയെ തങ്ങൾ പിന്മാറരുത് കേട്ടോ. ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു അൻഹു, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ വൽ ഖലമി വമാ യസ്തുറൂൻ, പേന സാക്ഷിയാണ്, വമാ യസ്തുറൂൻ, അവർ വരയുന്ന വരമൊഴികളും സാക്ഷിയാണ് എന്ന് പറഞ്ഞു. അവർ വരയുന്ന വരമൊഴികളും സാക്ഷിയാണ്. തങ്ങളെപ്പറ്റി നല്ലത് പറയാൻ ഇവിടെ ആളുണ്ടാവുള്ളൂ, അതിന് മുസ്ലിം പോലും ആവണ്ട. ഒന്നാലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരൊക്കെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തുടങ്ങുന്നത്, ഒരുപാട് ആളുകളോട് ഉദാഹരണം പറയാനുണ്ട്, എന്റെ സമയത്തിനുള്ളിൽ ഒതുങ്ങാവുന്നത് മാത്രം പറയും, അവിടെ അവസാനിപ്പിക്കും. ഈ കൊല്ലം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പലരും എഴുതി. പക്ഷേ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു എഴുത്തുണ്ട്, KP രാമനുണ്ണിയുടെ എഴുത്ത്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. റബീഉൽ അവ്വൽ 12-ന് KP രാമനുണ്ണി കേരളത്തിലെ ഒരു മലയാള പത്രത്തിന്റെ പേരൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, കേരളത്തിലെ ഒരു മലയാള പത്രത്തിൽ KP രാമനുണ്ണി എഴുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഒരു ലേഖനമുണ്ടായിരുന്നു, ഒരു നീണ്ട ലേഖനമുണ്ടായിരുന്നു. എഴുതിയത് രാമനുണ്ണിയാണ്. അതാണ് എന്റെ തെളിവ്. വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെയുള്ള നോൺ മുസ്ലിം സമ്മതിക്കും നബിയെ, തങ്ങള് ഒരൊന്നൊന്നരയാണ്. ഇത് ഇവിടെ ഉള്ള എല്ലാ ആളുകളും സമ്മതിക്കും. നോക്കൂ നിങ്ങൾ, രാമനുണ്ണി നല്ല എഴുത്തുകാരനാണ്, നല്ല ഒരു തൂലികയുടെ ഉടമയാണ്. അദ്ദേഹം എഴുതുന്ന മനോഹരമായ ഒരു ലേഖനം, ഞാൻ അതിലെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കുന്നത് കേട്ടോ, അത് നീണ്ട ലേഖനാണ്. ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ലൈനുകൾ മാത്രം വായിക്കുകയാണ്. തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? മുത്തേ നീയില്ലാതെ വയ്യ. ഇതാ തുടക്കം. അള്ളാഹുവിന്റെ ഹബീബിനെയാണ് ആ വിളിച്ചത് ആരാണ്? രാമനുണ്ണിയാ. മുത്തേ നീയില്ലാതെ വയ്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. എന്നിട്ട് റബീഉൽ അവ്വൽ 12-നാണല്ലോ എഴുത്ത്. മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കും മുഹമ്മദ് നബിയെ അറിഞ്ഞോർമ്മിക്കുമ്പോൾ മിഴിയിൽ ചുടുകണ്ണീർ ഊറുന്ന കാലമാണല്ലോ ഇത്. കണ്ടാ, കാരണം റബീഉൽ അവ്വലാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. എന്തെന്നാൽ ഒരു വശത്ത് കരാറെടുത്ത പോലെ ചില ശക്തികൾ റസൂലിനെ അവഹേളിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ കണ്ട നിങ്ങൾ. ഒരു ഭാഗത്ത് സ്വന്തം ടീം തന്നെ അള്ളാന്റെ റസൂലിനെ അവഹേളിക്കാൻ വേണ്ടി കരാറെടുത്തതുപോലെ പ്രവർത്തിക്കുന്നു. ആ പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് IS പോലുള്ള ഭീകരവാദികൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മറുവശത്തും. അതിനിടയിലാണ് രാമനുണ്ണി ലേഖനം തുടങ്ങുന്നത്, മുത്തേ നീയില്ലാതെ വയ്യ. നോക്കൂ നിങ്ങള്. എന്നിട്ട് അതിലിങ്ങനെ എഴുതുകയാണ്, വർണ്ണവിവേചനമെന്ന മഹാമാരിയെ, കറുത്തവൻ വെളുത്തവൻ എന്ന വിവേചനമില്ലേ, വർണ്ണവിവേചനമെന്ന മഹാമാരിയെ പരിഹസിച്ചുകൊണ്ട് അന്ന് ഈ മുഹമ്മദു നബി കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത അബൂബക്കറിനെയും തന്റെ ഇരുപുറവും കൊണ്ട് നടന്ന നബിയാണിവർ. കണ്ടോ, വർണ്ണവിവേചനം അത് അർത്ഥശൂന്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇതാരാ എഴുതുന്നത്? അതാണ് എന്റെ വിഷയം. ആരാണ് മുത്തുനബിയെ പറ്റി എഴുതുന്നത്? വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞത് ശരിയാണോ നോക്ക്. രാമനുണ്ണിയാണ് എഴുതുന്നത്. എന്നിട്ട് പറഞ്ഞു, ഏതു മനുഷ്യ മഹാസംഭവത്തിനും, കേട്ടോളൂ, ഈ വരി എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്. ഏതു മനുഷ്യ മഹാസംഭവത്തിനും തത്തുല്യമാണ് മറ്റു ജീവിവർഗ വ്യവഹാരങ്ങളെന്ന് തെളിയിക്കാൻ ആ മഹാനേതാവ് മക്ക വിജയാഘോഷത്തിനിടയിലും കഅബാലയത്തിലെ വിഗ്രഹങ്ങളൊക്കെ എടുത്തു വലിച്ചിട്ടു, കഅബാലയം കഴുകി വൃത്തിയാക്കി വിജയാഹ്ലാദം കൊണ്ടാടുന്നതിനിടയിലും മനുഷ്യരെ പോലെ തന്നെയാണ്
മറ്റു ജന്തുക്കളുമെന്ന്, അവക്കും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഭാഗമായിരുന്നു മക്ക വിജയത്തില്. അവിടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുഹമ്മദ് നബി പ്രത്യേകം പറഞ്ഞു, അവിടെ പെറ്റുകിടക്കുന്ന പട്ടിക്കും മക്കൾക്കും സംരക്ഷണം നൽകണേ. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? അവിടെ പെറ്റുകിടക്കുന്ന പട്ടികളെയും അതിന്റെ മക്കളെയും ശല്യം ചെയ്യരുത് കേട്ടോ. ഒരു ഭാഗത്ത് പ്രസവിച്ച് കിടക്കുന്ന പട്ടിയും മക്കളും, അവരെ ശല്യം ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഈ തിരുനബിയുടെ വലുപ്പം എത്രയാണെന്നാണ് രാമനുണ്ണി ചോദിക്കുന്നത്. അല്ലെ, ഇടക്കാലത്ത് ഒരു പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. വലിയ പ്രശ്നമായിരുന്നു, പട്ടിനെ കൊല്ലാൻ പാടില്ല. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതില്? ഉപദ്രവമല്ലാത്ത ഒരു പട്ടിനെയും കൊല്ലരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. ഉപദ്രവം ഉണ്ടായാല് മനുഷ്യനാണ് ഇവിടെ വില. മറ്റു വസ്തുക്കളെ കൊണ്ട് മനുഷ്യന് ഉപദ്രവം ഉണ്ടായാൽ അത് കൊല്ലപ്പെടുന്നത് ന്യായമാണ്. അതിൽ വിഷയമൊന്നുമില്ല. അതിൽ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും കാര്യമില്ല. അത് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നവരൊക്കെ അവർക്കൊരു കടി കൊണ്ടാൽ ശരിയാവും. അവർക്കൊന്ന് മര്യാദക്ക് 2 കടി കിട്ടിയാൽ അവർ റെഡിയാവും. അതുവരെ, കാരണം അവർ AC ഇട്ട കാറിൽ ഇങ്ങനെ കറങ്ങുക എന്നല്ലാതെ പലപ്പോഴും റോട്ടിലിറങ്ങുന്നില്ല. പാവങ്ങളാ റോട്ടിലിറങ്ങുന്നത്, അവർക്ക് ആ കടി കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതായാലും ഇയാൾ പ്രത്യേകം എഴുതുകയാണ്, ജീവി വർഗ വ്യവഹാരങ്ങൾ മറ്റുള്ളതൊക്കെ മനുഷ്യനെ പോലെ തന്നെ എന്ന് തെളിയിക്കാൻ മക്ക വിജയാഘോഷത്തിനിടയിലും പെറ്റുകിടക്കുന്ന പട്ടിക്കും മക്കൾക്കും സംരക്ഷണം കൊടുക്കാൻ മുഹമ്മദ് നബി മറന്നിട്ടില്ല. പിന്നെ അടുത്തത് 3-ാമത്തെ ഒരു ലൈൻ, നിയമം കണ്ണ് കാണാത്തതാകരുതെന്ന സന്ദേശമായിരുന്നു. വഴിപിടച്ച സ്ത്രീക്ക് പ്രസവിക്കാനും മുലയൂട്ടാനും കുഞ്ഞിനെ വളർത്താനുമായി ശിക്ഷ മാറ്റി മാറ്റി നീട്ടി കൊണ്ടുപോയത്. അത് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചതാണ്, കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതാ. അല്ലെ, ഒരു പെണ്ണ്, നബിയെ ഞാൻ വ്യഭിചരിച്ചു, എന്റെ പേരിൽ ഹദ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പോ പറഞ്ഞു കുട്ടിക്ക് മുല കൊടുക്കുക എന്ന് പറഞ്ഞു. മുല കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാ? ഈ കുഞ്ഞിനോടുള്ള കരുണയാണ്. നിയമമുണ്ട്, വ്യഭിചരിച്ചവളെ എറിഞ്ഞുകൊല്ലണം. പക്ഷേ നിയമം കണ്ണ് കാണാത്തതാകരുത് എന്ന സന്ദേശമാണ്. വഴിപിടച്ച പെണ്ണിനും പ്രസവിക്കാനും മുലയൂട്ടാനും കുഞ്ഞിനെ വളർത്താനും ശിക്ഷ മാറ്റി മാറ്റി നീട്ടി കൊണ്ടുപോയത്. കണ്ടോ നിങ്ങൾ, നബിയുടെ ചരിത്രം വേണ്ടതുപോലെ വായിച്ചെഴുതുമ്പോൾ ഉള്ള നല്ല വരികളായത്. വീണ്ടും പറഞ്ഞു, മക്ക വിജയ സമയത്ത് ഖുറൈശികൾക്ക് അദ്ദേഹം നൽകിയ പൊതുമാപ്പോളം ശത്രുത അർത്ഥരഹിതമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു വിളംബരവും ഭൂലോകത്തിന്നുവരെ നടന്നിട്ടില്ല. കണ്ടോ, ശത്രുത അർത്ഥരഹിതാണ്. ഒരാൾ എന്തെങ്കിലും മുമ്പെന്തെങ്കിലും ചെയ്തിണെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. പാകം കിട്ടുന്നിടത്ത് അവനെ ചാമ്പുക. ഈ മനസ്സുമായിട്ട് നടക്കരുത് എന്ന് പഠിപ്പിക്കാനാണ് 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ജനിച്ച നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഉപദ്രവിച്ചു. ഒപ്പമുള്ളവരെ വല്ലാതെ ദ്രോഹിച്ചു. എന്നിട്ട് വേണ്ട, നമ്മളൊക്കെ ഒരു ചോരയാണ്, നമ്മൾ പരസ്പരം ചോര മണക്കുന്നവരാണ്, നമ്മൾ തമ്മിൽ തല്ലുന്നത് ശരിയല്ല, നമ്മൾ അനുജൻ ജ്യേഷ്ഠനെ കൊല്ലുന്നത് ശരിയല്ല, കത്തിക്കുത്തുണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ആശയം ദഹിക്കുന്നില്ലേ? ഞങ്ങളുടെ ആദർശത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ജനിച്ച മണ്ണ് ഞാനും എന്റെ കൂട്ടുകാരും എന്റെ അനുയായികളും നിങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊള്ളാം. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെയെങ്കിലും ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മക്കയിൽ നിന്ന് ഇവരുടെ നഖവും പല്ലും മദീനയിലേക്ക് നീണ്ടു, ശത്രുക്കളുടെ. അവിടെയും നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് നിലനിൽപ്പിന് വേണ്ടി നബിയെ തങ്ങൾ സമരം നടത്തണം, നിലനിൽപ്പിന് വേണ്ടി വാളെടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബദ്റും ഉഹുദും ഖന്ദഖും ഒക്കെ നടക്കുന്നത്. ഇത് മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കരുത് ഇസ്ലാമിക ജിഹാദുകളെ. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിരുന്നു ഇസ്ലാമിക ജിഹാദ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നേടി
വിജയം നേടി. നിരായുധരായിരുന്നു, കുറഞ്ഞ ആളുകളെ ഉള്ളായിരുന്നു, എണ്ണത്തിലും വണ്ണത്തിലും കുറവാണ്, ആയുധങ്ങളില്ല, ബലങ്ങളില്ല. പക്ഷേ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു. വലിയ അന്തസ്സോടെ വിജയിച്ചു. അന്തസ്സോടെ വിജയിച്ച ആ ടീമിന് മുന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മാത്രമല്ല മക്കയുടെയും രാജാവാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മക്കം ഫത്ഹ് നടത്തി. അന്ന് മക്കം ഫത്ഹില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം തിരിച്ചു പിടിച്ചു. ശ്രദ്ധിക്കണം, കഅബാലയം കടന്നു പിടിച്ചതല്ല, തിരിച്ചു പിടിച്ചതാ. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തൊരു ലക്ഷ്യത്തിലാണോ കഅബാലയം പടുത്തത്, അത് ഇടക്കാലത്ത് അവിടെ മാറിയിട്ടുണ്ട്. തൗഹീദിന് വേണ്ടിയാണ് കഅബാലയം സ്ഥാപിച്ചത്. പക്ഷെ അതിൽ വിഗ്രഹങ്ങൾ കയറിക്കൂടി. ആ വിഗ്രഹങ്ങൾ കയറിക്കൂടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കഅബാലയത്തെ തിരിച്ചു കൊണ്ടുപോകാൻ കഅബ നബി തങ്ങൾ തിരിച്ചു പിടിച്ചു. വിഗ്രഹങ്ങളെയൊക്കെ മാറ്റി, എല്ലാം ശുദ്ധീകരിച്ചു. കഅബ അതിന്റെ പഴയ ആ തറവാട്ടു ശൈലിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ശേഷം മുത്തുനബി ഒരു പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണത്തിൽ ചോദിക്കുന്നു, ആ ഭാഗവും കൂടെ നിങ്ങൾ ഇന്ന് കേൾപ്പിക്കുകയാണോ? അപ്പോഴാണ് രാമനുണ്ണി പറഞ്ഞതിന്റെ വലിപ്പറിയാം. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, തന്നെ വിമർശിക്കാനും എതിർക്കാനും വേണ്ടി മാത്രം സമയം കളഞ്ഞവർ, പണം തുലച്ചവർ, ആരോഗ്യം കളഞ്ഞവർ ഈ ഖൗമ് മുമ്പിൽ കിടന്ന് ആലില പോലെ വിറക്കുകയാണ്. ഇന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ചെറുവിരലനക്കിയാൽ അവരെ മുഴുവനും നശിപ്പിക്കാൻ 1 മിനിറ്റ് മതി. നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് ഞാൻ നിങ്ങളോട് എന്തൊരു നിലപാട് സ്വീകരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ നിങ്ങള്? അവര് പറഞ്ഞു, അന്ത അഖുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദേ, നീ വളരെ നല്ലവനാണ്. നീ നല്ലവനാണെന്ന് മാത്രമല്ല, നിന്റെ വല്ലിപ്പയും നിന്റെ ഉപ്പയും നല്ലവനാണ്. അന്ത അഖുൻ കരീം വബ്നു അഖിൻ കരീം. നീയും നിന്റെ ബാപ്പി അങ്ങനെ ഒരു കൊള്ളരുതാത്ത ആളുകളല്ല. അപ്പൊ ഞങ്ങളെ എന്ത് ചെയ്താലും അത് ന്യായാണ്. ഇഞ്ചിഞ്ചായി ഞങ്ങളെങ്ങനെ അരിയാണെങ്കിൽ അത് ന്യായമായിരിക്കും. അല്ല, ഞങ്ങൾക്ക് മാപ്പ് തരുകയാണെങ്കിൽ അതിനും നിനക്ക് കഴിയും. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്. അന്ന് തന്നോട് അരുതാത്തത് ചെയ്ത തന്റെ ഇക്കാക്കമാർ തന്റെ മുമ്പിൽ വന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നേരത്ത്, അവരെ തോല് പൊളിച്ച് അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അന്ന് യൂസുഫ് നബി ആ ഇക്കാക്കമാരോട് പറഞ്ഞ അതേ മറുപടിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് മധുര പ്രതികാരങ്ങളില്ല. നിങ്ങളൊക്കെ എന്റെ കുടുംബക്കാരാ, നമ്മളൊക്കെ ഒന്നാണ്. നമ്മളെ ഉപദ്രവിക്കാൻ ഞാൻ മതി ഇന്ന് മുതൽ. ഇത്രേ ആവശ്യമുള്ളൂ. കഴിഞ്ഞു പോയതൊക്കെ ഞാൻ മറന്നു, ഞാൻ വിട്ടു തന്നു. രാമനുണ്ണി ചോദിക്കുകയാണ്, ശത്രുത അർത്ഥശൂന്യമാണെന്ന് പഠിപ്പിക്കുന്ന ഇതുപോലെ ഒരു വിളംബരം ലോകത്ത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹം പറയാം, സംഗതി ശരിയല്ലേ? ഇങ്ങനെ മാപ്പ് കൊടുക്കാൻ ഏതൊരു മനുഷ്യന്റെ മനസ്സിനാ കഴിയാം? ചിന്തിക്കേണ്ടതാണ്. ചിന്തിക്കാൻ മാത്രം വകുപ്പില്ലേ? ആരാണ് രാമനുണ്ണിയെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചത്? അല്ലാഹുവാണ്. വൽ ഖലമി വമാ യസ്തുറൂൻ. എന്നിട്ട് അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുന്നു, മഹാത്മാഗാന്ധി പ്രവാചകന്റെ കടുത്ത ആരാധകനായിരുന്നു. ഇതൊക്കെ അയാളുടെ ഭാഷയാണ് കേട്ടോ, ഇതെന്റെ വാക്കുകളല്ല, രാമനുണ്ണിയുടെ വാക്കുകളാ. കാരണം ഇതിലൊക്കെ വിയോജിപ്പുള്ളവരുണ്ടാകും ഈ പദപ്രയോഗങ്ങളിലൊക്കെ. അതല്ല നമ്മളെ വിഷയമല്ല അത്, അദ്ദേഹത്തിന്റെ ഭാഷയിലായി പറയുന്നു. മഹാത്മാഗാന്ധി പ്രവാചകന്റെ കടുത്ത ആരാധകന എന്ന് പറഞ്ഞാൽ വല്ലാത്ത മതിപ്പും കൂറുമായിരുന്നു റസൂലുള്ളാഹിയോട്. ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്, മഹാത്മാഗാന്ധി അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്ത് പറഞ്ഞു. ആ ഭാഗങ്ങൾ ഇവിടെ വായിക്കാം. അത് വായിക്കേണ്ട കൂട്ടത്തിൽ ഒന്നാണ്. നമുക്ക് വർത്തമാന കാലത്ത് നിന്ന് തുടങ്ങാം എന്ന് കരുതിയാണ്. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എത്ര ശ്രീനാരായണ ഗുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുന്ന ഒരു ഭാഗം അദ്ദേഹം പറയുകയാണ്. എത്ര ഭംഗിയുള്ള വാക്കുകളായത് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്ക്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ.
ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അനുകമ്പാ ദശകത്തിലെ 7-ാം പദ്യത്തിൽ ശ്രീരാമനും ശ്രീബുദ്ധനും യേശുക്രിസ്തുവും ഭംഗ്യന്ധരേണ ഈ വരികളിൽ സൂചിപ്പിക്കപ്പെടുമ്പോൾ മുത്തു റസൂലിന്റെ പേര് മാത്രമാണ് ശ്രീനാരായണ ഗുരു എടുത്തു പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളൂ. മുത്തുനബിയെ പറ്റി പറഞ്ഞത് എന്താണ്? കരുണാവാൻ നബി മുത്തുരത്നമോൻ. നബി തങ്ങളുടെ പേര് മാത്രമാണ് എടുത്തു പരാമർശിച്ചത്. മറ്റുള്ളവരൊക്കെ ഉള്ളിലിട്ട് സൂചിപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. ആരോപണങ്ങളെ കൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകനെ തളർത്താൻ ആരും മോഹിക്കണ്ട. അത് നടക്കൂല. കാരണം എന്താ? അതിന് പ്രതിരോധങ്ങൾ അല്ലാഹു ഇസ്ലാമിക മതവിശ്വാസത്തിൽ നിന്നല്ല, ഇസ്ലാമിന്റെ മതവിശ്വാസത്തിന്റെ അപ്പുറത്തു നിന്നും അള്ളാഹു മതിൽ പോലെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കി. പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകള് അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എന്നും ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ സത്യാകുന്ന കാലത്തോളം ഇതുണ്ടാവും. ഖുർആൻ എന്നും സത്യമാണ്. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയാൻ, ഇങ്ങനെയുള്ള ഒരു പുഷ്കലമായ അവസ്ഥയിൽ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ ജീവിതവും വ്യക്തിത്വവും ഹൃദയവർജകമാം വിധം പ്രചരിപ്പിക്കേണ്ടത് ഒരാണ്ട് നേർച്ചയുടെ പ്രശ്നം മാത്രമല്ല എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരുക്ക പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് ഇനി ഇത് പറയുന്നേ ഉണ്ടോ? നമ്മൾ നിർത്തിയിട്ടില്ല. റബീഉൽ അവ്വൽ കഴിഞ്ഞു എന്ന് വിചാരിച്ച് റസൂലുള്ളാഹിനെ മദ്ഹ് നിർത്തിയിട്ടില്ല. ചിലരങ്ങനെ ചോദിക്കാറുണ്ട്, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ മദ്ഹൊന്നും വേണ്ടേ? ഞങ്ങൾ എന്നും പറയാറുണ്ട്. ആര് പറഞ്ഞു? ഇവിടെ നടന്ന പ്രഭാഷണങ്ങൾ 9 പ്രഭാഷണങ്ങളും സാക്ഷിയാക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാത്ത ഒരു പ്രഭാഷണവും ഇവിടെ നടത്തിയിട്ടില്ല. ഉറപ്പ് പറയാൻ കഴിയും. അത് റബീഉൽ അവ്വൽ ആവുക എന്നുള്ള കണക്കൊന്നുമില്ല. രാമനുണ്ണി പറഞ്ഞതുപോലെ തന്നെ ഇതൊരാണ്ടു നേർച്ചയുടെ പ്രശ്നമൊന്നുമല്ല. ആണ്ടുതോറും നടക്കേണ്ട ഒരു ചടങ്ങ് മാത്രമല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ഇവിടെ പഠിപ്പിക്കപ്പെടണം, ബോധപൂർവം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടെയാണിത് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ലേഖകൻ കൃഷ്ണനെയും നബിയെയും ഒരുപോലെ കണ്ടിരുന്ന തന്റെ അമ്മയുടെ സുഹൃതവാക്കുകളാൽ ആവേശഭരിതനായി പ്രവാചകന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ദൈവത്തിന്റെ പുസ്തകം എന്ന നോവൽ എഴുതാൻ ആരംഭിച്ചത്. രാമനുണ്ണി പറയുന്നു, ഇതാണ് മുത്തുനബിയെ പറ്റി ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഞാൻ ആരംഭിച്ചത്. ആ പുസ്തകത്തിൽ അതിൽ റസൂലിന്റെ വ്യക്തിത്വം അങ്ങേയറ്റം ശ്രേഷ്ഠവും ഉദാത്തവുമായി ആവിഷ്കരിച്ച് ഒരേ സമയം നബി നിന്നക്കാർക്കും ഭീകരവാദികൾക്കും കർക്കശമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയിട്ട് അവസാനം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുത്തേ നീയില്ലാതെ വയ്യ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം രാമനുണ്ണി, KP രാമനുണ്ണി ലേഖനം അവസാനിപ്പിക്കുന്നത് മുത്തേ നീയില്ലാതെ വയ്യ ഈ ലോകത്തിന് പുലരാൻ എന്നാണ് അവസാനം എഴുതിയ വാക്ക്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ശരിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഇത് നമ്മള് എവിടെന്നാ തുടങ്ങിയത്? നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ നിന്നൊരു തുടക്കമാകാമെന്ന് കരുതിയാണ് അത് പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങള്, മഹാത്മാഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇത് സംബന്ധമായി എന്തു പറഞ്ഞു? ഏതാനും ചില ഉദ്ധരണികൾ ഞാൻ വായിക്കാം. യങ് മഹാത്മാഗാന്ധി എഴുതുന്ന വരികൾ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. ഐ വാണ്ടഡ് ടു നോ ദ ബെസ്റ്റ് ഓഫ് ദ ലൈഫ് ഓഫ് വൺ who holds today an undisputed sway over the hearts of millions of mankind. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനമനസ്സുകളെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സ്വാധീനത്തോടുകൂടെ, ലക്ഷക്കണക്കിന് ജനമനസ്സുകളിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സ്വാധീനം നേടിയ ഒരു മഹാമനുഷ്യന്റെ നന്മയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം എഴുതുകയാണ്. എന്നിട്ട് ആ വരികൾ ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു, ഐ ബിക്കെയിം മോർ ദാൻ എവർ കൺവിൻസ്ഡ്. മുമ്പെന്നത്തെക്കാളും മുമ്പുള്ളതിനേക്കാളും
എന്തു ചെയ്തു? എനിക്ക് ബോധ്യപ്പെട്ടു ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ദ സോഡ് ദാറ്റ് വൺ എ പ്ലേസ് ഫോർ ഇസ്ലാം ഇൻ ദോസ് ഡേസ് ഇൻ ദ സ്കീം ഓഫ് ലൈഫ്. ആ ദിനങ്ങളിലുള്ള ജീവിത പശ്ചാത്തലത്തില് ഒരിക്കലും ഇസ്ലാമിന് ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് വാളല്ലായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ്. അതിന്റെ മുമ്പ് മാലോകര് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഞാനും വിചാരിച്ചിരുന്നു വാളാണ് ഇസ്ലാം വാളുകൊണ്ടാ പ്രചരിച്ചത് എന്ന്. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും പറയുന്ന ഒരു വാക്കാണിത്. വാളുകൊണ്ട് ഇസ്ലാം ഒരിക്കലും പ്രചരിച്ചിട്ടില്ല. അതെനിക്ക് ബോധ്യപ്പെട്ടു. നോക്കൂ നിങ്ങള്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസിയിൽ അല്ലാഹു വിട്ടുവീഴ്ചയില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവതരിപ്പിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാതെ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചതിന്റെ ശേഷം അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താ എന്ന് പറഞ്ഞാൽ, ആയത്തുൽ കുർസിയുടെ അർത്ഥം ശരിക്കും ഒരാൾ അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്തവനോട് അവന് വെറുപ്പായിരിക്കും. അപ്പൊ അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹത ഉണ്ടോ? അള്ളാന്റെ ഭക്ഷണം കഴിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അള്ളാന്റെ വായു ശ്വസിച്ച് കഴിഞ്ഞുകൂടുന്നവൻ അള്ളാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ താമസിക്കണ്ടെന്ന് തീരുമാനിക്കും. കാരണം അത്രയും പരമസത്യമാണ് ഏത് സന്ദേശം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം. അപ്പൊ ഇത് പഠിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ അവിടെ എത്തും. അതുകൊണ്ടാണ് വഹുവൽ അലിയുൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മുഴുവൻ ഗൗരവത്തിലും അവതരിപ്പിച്ച ഉടനെ എന്താ പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്ത ആയത്തേതാണ്? ആയത്തുൽ കുർസി കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ 256 ആയത്തേതാ? 55 ആയത്തല്ലേ ആയത്തുൽ കുർസി? 256 ആയത്ത്. ഒരായത്തിന്റെ ഗ്യാപ്പ് പോലും അതിന്റെ ഇടയിലില്ല. തൊട്ടടുത്ത ആയത്തേതാ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. നേർമാർഗം വഴികേടിൽ നിന്ന് രാവും പകലും വേർതിരിഞ്ഞതുപോലെ വേർതിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാണ് മതത്തിൽ ബലാത്കാരം? ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ബലാത്കാരത്തിന്റെ ആവശ്യമില്ല. വാളെടുക്കണ്ട, കത്തി കാണിക്കണ്ട, അല്ലേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. തോക്ക് ചൂണ്ടേണ്ട കാര്യമില്ല. അതിന്റെ ഒന്നും കാര്യമില്ല. ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കാൻ അതിന്റെ ഒന്നും കാര്യമില്ല. കാരണം ഇസ്ലാം സത്യമാണെന്ന് ഇസ്ലാമിനെ കുറിച്ച് വായിക്കുന്ന ഒരാൾക്ക് തിരിയും. അതാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്. അതല്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തായിരുന്നു അത്? അത് ഗാന്ധിജി തന്നെ തുടർന്ന് പറയാണ്. ഞാൻ ഇടയിൽ ഇത് കൂട്ടി പറയുന്നത് അപ്പോഴാണ് ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുക. ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം പറയാണ്, മറിച്ച് എന്തായിരുന്നു ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സ് സ്വാധീനിക്കാൻ മുഹമ്മദിന് സാധിക്കാനുള്ള കാരണം എന്താണ്? ഇറ്റ് വാസ് ദ റിജിഡ് സിംപ്ലിസിറ്റി. അത് കൃത്യമായ ലാളിത്യമായിരുന്നു. സിംപ്ലിസിറ്റി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ ലാളിത്യമായിരുന്നു. അതുപോലെ തന്നെ ദ അട്ടർ സെൽഫ് എഫേസ്മെന്റ്, തീരെ സങ്കുചിതത്വമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫ് ദ പ്രൊഫറ്റ്, പ്രവാചകന്റെ സങ്കുചിതത്വമില്ലായ്മയും അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു ദ സ്ക്രൂപ്പുലസ്, കണിശമായ റിഗാർഡ് ഫോർ പ്ലഡ്ജസ്. താൻ പറഞ്ഞ പ്രതിജ്ഞകൾ എന്തൊക്കെയുണ്ടോ, എടുത്ത പ്രതിജ്ഞകളോടൊക്കെ നല്ല കൂറ് പുലർത്തുന്ന ആളായിരുന്നു മുഹമ്മദ്. പറഞ്ഞതുപോലെ ജീവിച്ച ആളാണ്. അതാണ് സംഭവം, അല്ലാതെ മറ്റൊന്നുമല്ല. സിമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. സിമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചു തന്നു. മാത്രമല്ല, തീരെ ആ മനുഷ്യനെ സങ്കുചിതത്വം, സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സംഗതി തൊട്ടു തീണ്ടിയിട്ടില്ല. അത് മാത്രമല്ല, ആ പ്രവാചകന്റെ ഈ പ്ലഡ്ജുകളോടുള്ള, അതായത് അവിടുന്ന് ചെയ്ത പ്രതിജ്ഞകളോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയാണ് ആ മനുഷ്യനെ ഇത്രയും വലുതാക്കിയത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടരുന്നു. അങ്ങനെ കോമയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഹിസ് ഇന്റൻസ് ഡിവോഷൻ ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും അദ്ദേഹത്തിനുള്ള അഗാധമായ സ്നേഹം, ആണ്ടിറങ്ങിയ സ്നേഹം. ഇതൊക്കെ പറയാതിരിക്കോ ചരിത്രം വായിക്കുന്ന ഒരാൾ?
സ്വഹാബാ കിറാമിനെ റസൂലുള്ള സ്നേഹിച്ചത് ഏതു വിധമാണ്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഞാൻ പറയുന്നു, ഗാന്ധിജി പറഞ്ഞ ഈ വരികൾ അനുസരിച്ച്, ഇത് എങ്ങിന്ത്യയിലെ വരികളാണ് ഞാൻ ഈ വായിച്ചത്, ഈ വരികൾ അനുസരിച്ച് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് വേണമെങ്കിൽ ഞാൻ പറയുന്നു, റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് ഈ ആയത്തിനെ 4 വശങ്ങളായി ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശേഷിക്കുന്ന 8 ദിവസവും അത് പറയാം. നമ്മൾക്കറിയാവുന്ന വിവരം വെച്ച് എവിടെയെത്തൂല. കാരണം ആ കോലത്തിലാണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന ആയത്തിൽ മുത്തുനബിയെ അവതരിപ്പിച്ചത്. ആരാ മുത്തുനബി? ലഖദ് ഞാൻ അതിന്റെ നേരെ അർത്ഥേ പറയുന്നുള്ളൂ കേട്ടോ, തഫ്സീറിലേക്കൊന്നും പോകുന്നില്ല. വേഗം മനസ്സിലാക്കുക, നല്ല ബുദ്ധിയോടുകൂടെ ആലോചിക്കുകയാണെങ്കിൽ വേഗം തിരിയും. ലഖദ് ജാഅക്കും, ഓ മനുഷ്യരെ, നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേദനകൾ അറിയുന്ന, നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ സുഖങ്ങൾ അറിയുന്ന, നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്ന, സുഖദുഃഖങ്ങളും താല്പര്യങ്ങളും തിരിച്ചറിയുന്ന, വികാര വിചാരങ്ങളും സുഖദുഃഖങ്ങളും തിരിച്ചറിയണമെങ്കിൽ സ്വന്തം വർഗത്തിൽ നിന്നുള്ള പ്രവാചകൻ വരണം. അതുകൊണ്ട് ആ പട്ടിണി കിടന്ന മുദർ കബീലക്കാർ വന്നപ്പോ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ തൗഹീദ് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു നബി എങ്കിൽ ആദ്യം വയദ് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് കേട്ടാ ചോറും കൊടുക്കും. അങ്ങനെ ഉണ്ടാകുക. നേരെ മറിച്ച് നബിതങ്ങൾ അങ്ങനെയല്ല. വിശക്കുന്നവന് വേണ്ടത് ഭേദമല്ല എന്നുള്ള തിരിച്ചറിവ്, ആദ്യം അവന് ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് മുത്തുനബിക്കുണ്ടായത് റസൂലും മിൻ അൻഫുസിക്കും ആയതുകൊണ്ടാണ്, സ്വന്തം വർഗത്തിൽ നിന്നുള്ള പ്രവാചകനായതുകൊണ്ടാണ്. കാരണം സ്വന്തമായി വിശപ്പിന്റെ കാഠിന്യം അറിയുന്ന, വിശപ്പിന്റെ വിഷമം അറിയുന്ന ഒരു നബിക്ക് ആദ്യം വയറ്റിലേക്ക് കൊടുത്ത പിന്നെ മനസ്സിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലെ? ആദ്യം വിശക്കുന്നവന് വേണ്ടത് ചോറാ, എന്നിട്ടേ വയതും പ്രസംഗമൊക്കെ നടക്കുള്ളൂ. ഈ തിരിച്ചറിവ് കിട്ടിയത് റസൂലും മിൻ അൻഫുസിക്കും ആയതുകൊണ്ടാണ്. സ്വന്തം വർഗത്തിന്റെ സ്വഭാവങ്ങളും ശീലങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന നബിയായതുകൊണ്ടാണ്. കഴിഞ്ഞില്ല, ഒരു ജനതയുടെ വേദന അറിഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും വിഷയമല്ല. നമ്മളൊക്കെ അറിയുന്നില്ലേ, നമ്മളെ നാട്ടിൽ കഷ്ടപ്പെടുന്ന പലരെയും? മനുഷ്യനായതുകൊണ്ട് അയാൾക്ക് കഷ്ടപ്പാടാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അയാളെ സഹായിക്കാത്തത് എന്തേ? രണ്ടാമത്തെ ഗുണം വേണം. അതാണ് അടുത്ത വാക്ക്, അസീസുൻ അലൈഹി മാ അനിത്തും. ആ നബിതങ്ങൾ നിങ്ങളുടെ വേദന അറിയുന്ന ആളാണെന്ന് മാത്രമല്ല, അസീസുൻ അലൈഹി, ആ നബിതങ്ങൾക്ക് താങ്ങാനാവാത്ത കേസാണ്. ഹബീബിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തില് താങ്ങാനാവാത്ത കേസാണ്. താങ്ങാനാവാത്ത, അസീസുൻ അലൈഹി എന്നൊക്കെയുള്ള ആ വാക്കിന് എങ്ങനെ അർത്ഥം പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ വളരെ കടുപ്പാണ്, താങ്ങാൻ കഴിയാത്ത കേസാണ് കേട്ടോ. എന്ത്? മാ അനിത്തും, നിങ്ങളൊന്ന് ചെറുതായി വിഷമിക്കുന്നത്, നിങ്ങളൊന്ന് നോവുന്നത്, നിങ്ങളൊന്ന് വേദനിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന് സഹിക്കാൻ കഴിയാത്ത കേസാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. 3. അങ്ങനെ എന്ത് ചെയ്തു? ഒരാളുടെ വേദനയില് അനുകമ്പ, സഹതാപം തോന്നുന്ന മനുഷ്യൻ, സിമ്പതി, സഹതാപം തോന്നുന്ന മനുഷ്യൻ അയാളെ സഹായിക്കും. അത് ശരിയാ. അതെന്തിനാ? അയാളെ മനസ്സിന്റെ ആ ഒരു വിഷമാണ് തീരണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ സഹായിക്കും. പക്ഷേ ഇത് എപ്പോഴേ ഉണ്ടാവുള്ളൂ? പ്രയാസം ഉണ്ടാവുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രയാസവും ദുഃഖവും ഉണ്ടാവുമ്പോ മാത്രം. അതേസമയം എന്ന് പറഞ്ഞാൽ പ്രയാസവും ദുഃഖവും ഉള്ളവരെ സഹായിക്കാനും അവർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാനും നാട്ടിൽ പലരും ഉണ്ടാവും. ഈ ഇരിക്കുന്ന പലരിലും അങ്ങനെ ആയിരിക്കും, ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കും. പ്രയാസപ്പെടുന്നവരെയൊക്കെ സഹായിച്ച് ശീലമുള്ള നല്ല മനുഷ്യന്മാരെ, അവരുടെ സ്വഭാവം എന്തായിരിക്കും? ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, വെള്ളമില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കും, മുണ്ടില്ലാത്തവർക്ക് അത് കൊടുക്കും, പൈസ ഇല്ലാത്തവർക്ക് അത് കൊടുക്കും, അങ്ങനെ സഹായിക്കും. പക്ഷെ ഇയാളെ മനസ്സിൽ ഒരു പൂതിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഇയാൾ എന്നും എന്റെ സഹായം പറ്റി എന്നെ ജീവിക്കണം, എന്നേക്കാൾ ഉയരരുത് എന്ന്. അതുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ നോക്കിയ ഒരാളുടെ മകൻ, അയാൾ ഗൾഫിൽ പോയി ഉയർന്ന ജോലി കിട്ടി, ആ സന്തോഷം നിങ്ങളോട് വന്ന് പറഞ്ഞു. ഇതുവരെ ആ കുടുംബത്തെ പോറ്റിയത് നിങ്ങളാ, ആ കുടുംബത്തിലെ മകനെ പഠിപ്പിച്ചത് നിങ്ങളാ, പോറ്റി വളർത്തിയത് നിങ്ങളാ. ഇന്ന് അയാള് നല്ല 1,00,000 രൂപയുടെ മുകളിൽ ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയപ്പോ ആ ഉപ്പ നിങ്ങളാണല്ലോ ഇതിനൊക്കെ കാരണക്കാരെന്ന് വന്ന് കരുതി ആചാര്യ നിങ്ങളടുത്ത് വന്ന് രാവിലെ തന്നെ പറഞ്ഞതാ, നിങ്ങൾ ഞങ്ങളെ നോക്കുന്ന കാലം ഒരുപാട് കാലായി,
നിങ്ങൾ ഞങ്ങളെ നോക്കുന്നു. എന്നാൽ ഇപ്പൊ വലിയൊരു അനുഗ്രഹം വന്നിട്ടുണ്ട്, മോൻ പോയല്ലോ, നല്ല ജോലിയാ കിട്ടിയത്, നല്ല ശമ്പളവും ഉണ്ട്. പക്ഷെ ഇത് കേട്ടോടുകൂടി ആചാര്യയുടെ മുഖം അങ്ങനെ അങ്ങോട്ട് വാടി. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത ആചാര്യ 1,00,000 ഉറുപ്പ്യ എന്റെ മേലെ, അതുണ്ടാവാൻ പാടില്ലല്ലോ അല്ലെ. എന്നാ ഇനി അവരെ സഹായിക്കേണ്ടതില്ല, ഇനി അവരെ കൊണ്ട് പറഞ്ഞൊരു 2 കുടുംബത്തെയും കൂടെ സഹായിപ്പിക്കുക എന്നുള്ള ചിന്തയിലേക്ക് ഇയാൾ വന്നില്ല. പിന്നെ ഇയാൾ അടുത്ത നിമിഷം മുതൽ ഇയാളെ പണി എന്താ അറിയോ? ഈ പണിക്ക് എങ്ങനെ പാര വെക്കാൻ പറ്റും ആലോചിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസീസുൻ അലൈഹി എന്ന് പറഞ്ഞതിന്റെ ശേഷം, അനീത്തും എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നൊരു കാര്യം പറഞ്ഞു. എന്താണത്? ഹരീസുൻ അലൈക്കും. നിങ്ങൾക്ക് നന്മ വന്ന് കാണാൻ മുത്തുനബിക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങൾ മെച്ചപ്പെടുന്നത് കാണാൻ, സാമ്പത്തികമായി കുടുംബപരമായി നിങ്ങൾക്ക് ഹൈറ് വരുന്നത് കാണാൻ അള്ളാഹുവിന്റെ ഹബീബിന് എന്തൊരു കൊതിയാ. തീരൂല ഹബീബിന് ആ കൊതി, വല്ലാത്ത കൊതിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, എന്താണ് ഈ കേൾക്കുന്നത്? അപ്പോൾ നബിതങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകും, അതാക്കി കൊടുത്താൽ വല്ലാതെ സന്തോഷിക്കും. ഒരാൾക്ക് ജോലി ആയോലോ എന്ന് കേട്ടാൽ വല്ലാതെ സന്തോഷിക്കും. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. ഈ സദസ്സിലെ ദുആക്ക് ഇജാബത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ 100 കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു. ഒന്ന് അമർത്തി ആമീൻ പറയണം. ഒരാളുടെ ആമീൻ അങ്ങോട്ട് പൊങ്ങിയാൽ അൽഹംദുലില്ലാ പ്രശ്നം കൊണ്ട് പരിഹരിക്കും. എന്റെ ഒരു സുഹൃത്ത് വളരെ വേദനാജനകമായ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. വളരെ വേദനാജനകമായ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ പോലും ഓതാൻ കഴിയാത്ത വിഷമം പിടിച്ച ഒരവസ്ഥയിലാ ഉള്ളത്. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചിട്ടൊരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അതുപോലെ തന്നെ ഈ സദസ്സില് ഇന്നലെയും ഇന്നുമായി ഫോണിലൂടെയും നേരിട്ടും എന്നെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെയും മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ ഈ സദസ്സിന്റെ വലിയ സന്തോഷം എന്താണെന്നറിയോ നിങ്ങള്? ഇന്നലെ ഇറങ്ങുമ്പോ നമ്മുടെ കൊട്ടപ്പുറം ഷറഫുദ്ദീനാണ് ഇതേ സമയം ഓൺലൈൻ സുഹൃത്തുക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണെന്നാണ് നിങ്ങൾ കരുതിയത്? ഇന്നലെ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞു, ഉസ്താദെ 20,000 ആളുകൾ ലൈനിൽ കയറി. 20,000 ആളുകൾ. എത്ര 36,000 ഇന്നിപ്പോ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവേ, അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, അപ്പോ എന്താ ഈ സംഭവം? എന്താണ് ഈ സംഭവം? 1.5 ലക്ഷത്തോളം ആളുകൾ ആമീൻ പറയുന്ന ഒരു സദസ്സാണ്. അള്ളാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. പടച്ചവനെ, ഇതിന്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സാധുവായ എനിക്കോ ഇതിൽ പങ്കെടുക്കുന്ന ഓഡിയൻസിനോ ഇത് കണ്ട് സന്തോഷിക്കുന്നവർക്ക് ആർക്കും നീ കിബർ നൽകരുത് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ സാധുക്കളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നയാളാണെന്നും അല്ല ഹരീസുൻ അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് റാഗിബുന്നായിന് പറയാ, ആഗ്രഹിക്കുന്നവൻ എന്നല്ല. ഹരീസ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിക്കുന്നവൻ. അലച്ചയാണ് റസൂലുള്ളാഹിക്ക് ഇത് ഒരാളൊന്ന് നന്നായി കിട്ടാൻ. അങ്ങനെ ഒരു അലച്ച നമുക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ? പല അലച്ചയുണ്ട് അല്ലെ. ഒരു മനുഷ്യൻ നന്നായി കിട്ടിയെങ്കിൽ, അയാൾക്ക് ശമ്പളം ഒന്ന് കൂടി കിട്ടിയെങ്കിൽ, അയാളെ ഗൾഫിലെ ജോലിയൊന്ന് മെച്ചപ്പെട്ടെങ്കിൽ, നാട്ടിലെ ജോലിയൊന്ന് മെച്ചപ്പെട്ടെങ്കിൽ, അയാളെ കുട്ടികളും മക്കളും ഒക്കെ ഒന്ന് നന്നായെങ്കിൽ, എന്നേക്കാൾ ഒരു തട്ടും കൂടെ ഉള്ള വീട് അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, പടച്ചോനെ, അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഖിയാമത്ത് നാളാണ്ടി വരും അല്ലേ. എന്നേക്കാൾ നല്ലൊരു വീട് അയാൾക്ക് കിട്ടിയെങ്കിൽ അള്ളാന്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഹരീസുൻ അലൈക്കും എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും എഴുതി ഹരീസുൻ അലാ സ്വലാഹിക്കും വഖൈരിക്കും. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ ക്ഷേമവും അത്യാഗ്രഹിക്കുന്നയാളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ആരോടാന്നറിയോ? മൊത്തം മുഅ്മിനീങ്ങളോടുള്ള കാഴ്ചപ്പാട്, മൊത്തം മനുഷ്യരോടുള്ള കാഴ്ചപ്പാടായി പറഞ്ഞത്. ലഖദ് ജാഅക്കും, മനുഷ്യനോടാണ് പറയുന്നത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. എന്നാൽ സ്വന്തം പാർട്ടി പ്രവർത്തകരോട് എങ്ങനെയായിരുന്നു? അതാണ് ഗാന്ധിജി പറഞ്ഞത്. അത് പറയാനപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇയാളുടെ മനസ്സിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വാധീനം, ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇയാൾ സ്ഥാനം പിടിക്കാനുണ്ടായ കാരണം, ഈ പ്രവാചകൻ സ്ഥാനം പിടിക്കാനുള്ള കാരണം
അവിടുന്ന് പഠിപ്പിച്ചത് ഹിസ് ഇന്റൻസ് ഡിവോഷൻ ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടും അദ്ദേഹത്തിന്റെ അനുയായികളോടുമുള്ള അഗാധമായ സ്നേഹമാണ് അതിന് കാരണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയിൽ ഇങ്ങനെ ഇരിക്കുക, വിശന്ന് വലഞ്ഞ് വഴിയിൽ ഇങ്ങനെ ഇരിക്കുക. ആരെങ്കിലും ഈ വഴിയിലൂടെ വന്നാൽ എനിക്കൊരു പിടി ഭക്ഷണം, എന്താ അബൂ ഹുറൈറ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ എന്ന് പറയണം. അപ്പൊ അയാൾ എന്റെ കൈ പിടിക്കും, അയാളെ കൂടെ ഞാൻ ഒപ്പിച്ചൊപ്പിച്ച് നടക്കും, അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അയാൾ എനിക്ക് ഭക്ഷണം തരും, വെള്ളം തരും. ഇതൊക്കെ സ്വപ്നം കണ്ട് പെരുവഴിയിൽ ഇരിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ. ഉറക്കച്ചെല്ല് തെർളിയത്ത് റളിയല്ലാഹു അൻഹു. അല്ലാഹു അബൂ ഹുറൈറയുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സ് കബൂലാക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ അവസാനം ദുആ കുറഞ്ഞാലും പേടിക്കണ്ട. ഈ ഇടക്കിടക്ക് ദുആ ചെയ്യലാ നമ്മളെ ശൈലി. അതാണ് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്ന് കരുതിയിട്ടാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരുന്നപ്പോ ആദ്യം ആ വഴി വന്നത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞു. പ്രഥമ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്നാ ഞാൻ പോകട്ടോ, ഞാൻ വരാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോവാ. എന്നാലും അബൂ ഹുറൈറക്ക് ഒരു തീരുമാനമുണ്ട്. ഒരു പ്രതിജ്ഞ എടുത്തിട്ട് അവിടെ ഇരുന്ന്, ഒരാളോടും വിശക്കണുണ്ട്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുമോന്ന് ഞാൻ ചോദിക്കൂല, എന്നെ കണ്ടറിഞ്ഞ് ചോദിക്കുന്നവരോട് ആന്ന് പറയും, അത്രയേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് ചോദിച്ചില്ല, പോയപ്പം അബൂ ഹുറൈറ ചിന്തിച്ചു, പടച്ചോനെ, ഈ നാട്ടില് എന്നെ തിരിച്ചറിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഇത്രയും നല്ല ഒരു മനുഷ്യൻ എന്റെ കൈ വിട്ടുപോയാൽ ഇനി എന്നെ ആരാ തിരിച്ചറിയാം? വീണ്ടും വിളിച്ചു പോകുന്ന അബൂബക്കറിനെ, അബൂബക്കർ ഇവിടെ വരൂ. വന്നു. എന്നിട്ട് ചോദിച്ചു, വത്തീനി വസൈത്തൂനിയുടെ തഫ്സീർ പറഞ്ഞു തരുമോ? വത്തീനി വസൈത്തൂനിയുടെ തഫ്സീർ പറഞ്ഞു തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ പറയണേ, എനിക്ക് വത്തീനി വസൈത്തൂനിയുടെ തഫ്സീർ ഒന്നും അല്ല ആവശ്യം, എന്തെങ്കിലും ഒന്ന് കിട്ടണം, അതിന് വർത്താനം പറയാൻ ഒരു ഏലുണ്ടാക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുമ്പം എന്റെ കണ്ഠമിടറുന്നത് കേൾക്കുമ്പോ ചോദിക്കും, അല്ല എന്താ ശബ്ദമൊന്നും നേരെ വരാത്തത്? എന്താ കണ്ഠമിടറുന്നത്, ശബ്ദമിടറുന്നത് എന്തേ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ചോദിച്ചു കിട്ടിയാൽ ആന്ന് പറയണം. ഇത് കരുതിയിട്ട് വിളിച്ചതാ. അങ്ങനെ വത്തീനി വസൈത്തൂനിയുടെ തഫ്സീർ ചോദിച്ചപ്പോ നല്ലൊരു തഫ്സീറാണ് പറഞ്ഞു. വത്തീനി വസൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. ഈ 4 സത്യവാചകങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തി തന്നു. അൽഹംദുലില്ലാഹ്, തഫ്സീർ കൊണ്ട് വളർന്നു. അത് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് പോയി. പിന്നെ വരുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ഇതുപോലെ വിശേഷമൊക്കെ അന്വേഷിച്ച് പോവാ. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് അതേ വത്തീനി വസൈത്തൂനിയുടെ തഫ്സീർ എന്നെ ചോദിച്ചു. കാരണം എന്താ? നേരത്തെ പറഞ്ഞതാ കാര്യം. പോയാലും ഒന്നും പോവില്ല, തഫ്സീറെങ്കിലും കിട്ടുമല്ലോ. വിളിച്ചു, ലക്ഷ്യം ഭക്ഷണമാണ്. പക്ഷേ തഫ്സീറൊക്കെ പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി. പിന്നെ 3ാമതാ വഴിയിലൂടെ വരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ കണ്ടതോടുകൂടെ തന്നെ വയറു നിറയും. അതാണ് വിശ്വാസികളുടെ അവസ്ഥ. നബിനെ കാണുന്നത് തന്നെ സന്തോഷമാണ്. ബുശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അദീമുൽ അസ്യദു യാ റബ്ബി. എന്താണ് സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നതൊക്കെ? നബിതങ്ങളെ കാണുന്നതാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം, സന്തോഷം എന്നാണ് ഇപ്പൊ ആ വരീന്റെ അർത്ഥം. ഞാനത് വിശദീകരിക്കുന്നില്ല, അത് പറയലുമല്ല ലക്ഷ്യം. അത് പറഞ്ഞപ്പോ ഒരു സലാത്ത് ചെല്ലിപ്പിക്കാൻ വേണ്ടി ബൈത്ത് ചൊല്ലിയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞ വരിയാണത്. മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ച വരിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതാവട്ടെ, റസൂലുള്ളാഹിനെ കണ്ടതോടുകൂടെ തന്നെ സമാധാനായി. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചോദിക്കുന്നു, ഒരിക്കലും നനച്ചിട്ടില്ല. നബിതങ്ങൾ വന്നിട്ട് കുറെ കുശലം പറഞ്ഞു. പോകുമ്പോൾ തിരിച്ചു വിളിച്ചു. ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോഴല്ല എന്നെ തിരിച്ചറിയുന്നത്. വന്ന ഉടനെ സലാം പറഞ്ഞ് ആദ്യം എന്നോട് ചോദിച്ച വാക്ക് അബൂ ഹുറൈറ പറയാൻ, എന്താണ് അബൂ ഹുറൈറ, മുഖത്തേക്ക് നോക്കിയിട്ട് നല്ല തളർച്ചയുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇത് കേട്ടപ്പോ ഞാനങ്ങ് കരഞ്ഞുപോയി.
അബൂ ഹുറൈറ പറയാണ്, എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി തങ്ങളെ. ഈ ഒരു നല്ല വാക്കിന് വേണ്ടി, ഈ ഒരു വാക്കിന് വേണ്ടി ഈ പെരുവഴിയില് ഈ അബൂ ഹുറൈറ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, സമയം കുറേയായി തങ്ങളെ. തങ്ങളാണതെന്നോട് ചോദിച്ചത്, അതേ നബിയേ, എനിക്ക് എത്രയോ നാളുകളായി ഭക്ഷണം കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ കൈപിടിച്ചു, എഴുന്നേൽക്കപ്പെടുന്ന്, ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് ഇവിടെ ഇരിക്കല, എഴുന്നേറ്റ് കൊണ്ടുപോയി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആകെയുള്ള ഒരു കപ്പ് പാൽ, വിശാലമായ ചരിത്രമാണ്, ഞാൻ അവിടെ ചുരുക്കുന്നു, അത്ര മതി. നമുക്ക് ഗാന്ധിജിയുടെ വരികൾ വായിച്ചപ്പോ അതിനൊരു ഉദാഹരണം പറഞ്ഞതാ. ആകെയുള്ള ഒരു കപ്പ് പാല് അതെടുത്തിട്ട് അസ്ഹാബുൽ സുഫത്തിനെ വരുത്തിച്ചു, അവർക്ക് കൊടുത്തു, എനിക്ക് തന്നു. സയ്യിദുനാ റസൂലുള്ളാഹിയും കുടുംബവും കഴിച്ചു. എനിക്ക് വയറ് നിറയോളം തന്നു. എത്ര ആയിട്ടും ഈ ഒരു കപ്പ് പാല് തീരുന്നില്ല. മുഅ്ജിസത്താണ്. വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്തക്തഫൗ വയസീറുഹു ലം യംഫദി. കുറഞ്ഞ ഭക്ഷണവും വെള്ളവും ധാരാളം ആളുകൾക്ക് കൊടുത്തിട്ട് തീരാതെ അതേപടി നിലനിന്നു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അതാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളാ പറഞ്ഞത് ആ വരിയിലൂടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത ഒരു മഹബത്ത് ഇങ്ങനെ അലയടിക്കുന്ന നേരത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ശരിക്ക് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കൂട്ടുകാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നമ്മളോട് മുത്തുനബിയുടെ സ്നേഹം ചെറുതല്ല മക്കളെ, വളരെ വലുതാകട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ സ്നേഹിക്കുന്നത് ചെറിയ രൂപത്തിലൊന്നുമല്ല. ആ ഹബീബ് സ്നേഹിക്കുന്നത് വളരെ വളരെ അതിർവരമ്പുകളില്ലാതെയാണ് നമ്മെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ശരിക്ക് മദീനയിലേക്ക് തുറന്ന കൽബങ്ങ് പിടിച്ചോ. ഞാനും നിങ്ങളുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരാണ്. മാലാഖമാരായി ആരും ഇവിടെ ഇല്ല. നമ്മളിൽ അപാകതകൾ സംഭവിക്കും, ശരിയാണ്. പക്ഷേ മുത്തുനബി തങ്ങളുടെ ഹളറത്തിലേക്ക് നമ്മുടെ കൽബ് തിരിച്ചു വെച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ നബി തങ്ങളും കൂടെ ഈ നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന സദസ് മുത്തുനബിക്ക് ഇഷ്ടാവൂലേ? ആവുന്ന ഉറപ്പാണല്ലോ. ഹസ്സാൻ ബിൻ സാബിത്തിനെ നബിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതായിരുന്നല്ലോ. അതുകൊണ്ട് ഈ സദസ് നബി തങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട് നബി തങ്ങളുടെ ഒരു തിരുനോട്ടം ഇങ്ങുണ്ടാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധിക്കാരുടെ പ്രതിസന്ധികൾ മുഴുവനും തീരാൻ ഈ ഒരൊറ്റ മദ്ഹ് ഗീതങ്ങളും അതിന്റെ ചുവട് പിടിച്ച് ചൊല്ലുന്ന സ്വലാത്തുകളും ശേഷം നടത്തുന്ന ചെറിയ പ്രാർത്ഥനകളും മതിയാകും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. റിഹില ട്രാവൽസിന്റെ ഒരു സമ്മാനം നിങ്ങളുടെ കൈകളിലൊക്കെ എത്തും. പക്ഷേ അതിന്റെ വേസ്റ്റ് ഗ്രൗണ്ടിൽ ഒരിക്കലും നിക്ഷേപിക്കാൻ പാടില്ല എന്ന് സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഗ്രൗണ്ട് നാശമാക്കരുത് എന്ന് അറിയിക്കുകയാണ്. മൈക്ക് നേരെ, മൈക്ക് ചെരിഞ്ഞു നേരെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് കൽബ് മദീനയിലേക്ക് തിരിച്ചു പിടിച്ച് ചോദിച്ചോ. നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. എന്നിട്ട് നമുക്ക് ഒരു സൂപ്പർ ജീവിതം നയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് സ്വർഗത്തിൽ നമുക്ക് ഒത്തുകൂടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോൻ, ഞാൻ കഴിഞ്ഞ കൊല്ലങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പടച്ചോന് നമ്മളങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല. നമ്മളെ ശിക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യ? അള്ളാഹു റഹ്മാനാണ്. ചോദിച്ചോ, റബ്ബ് തട്ടൂല. അപ്പൊ ശരിക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ചൊല്ലിത്തരും. അതിന്റെ ചുവട് പിടിച്ച് എല്ലാവരും റാഹത്തോടെ ചൊല്ലണം. കുറെ ആളുകളുടെ ഉദ്ധരണികൾ ഇവിടെ വായിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗാന്ധിജിയുടെ തന്നെ കഴിയുമ്പോഴേക്ക് സമയം കഴിയുന്ന. കാരണം അത്രയും വിശാലാണ് ഈ വരികളൊക്കെ. നോക്ക് നിങ്ങൾ, ഇവരൊക്കെ ഉള്ളിൽ നിന്ന് എഴുതിയ വരികൾ. ആരെ പറ്റിയായി എഴുതുന്നത്? നമ്മളെ നേതാവിനെ പറ്റി. മുസ്ലിം ആയതിന്റെ പേരിലാണോ? അല്ല, മുസ്ലിം ആയതിന്റെ പേരില്ല. ഗാന്ധിജി അവസാനം പറയുന്ന വാക്കുകളിലേക്ക് ഞാൻ എത്തുന്നു. നമുക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي الصلاة على النبي
والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير هسر مبادت لك أشكو فيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إغايا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ബന്ധപ്പെട്ട പലരും ഈ അംതത്വത്തിലൂടെ ചൊല്ലിയിട്ട് ഒരു 2 വാക്ക് ദുആ അതെന്തായാലും നടക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ നടത്തുന്ന ആ ദുആ, അതിന് വലിയ ഫലം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ അവർ വീണ്ടും അത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അവസാനം നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. ദുആ ചെയ്യുന്നത് ഈ അംതത്വത്തിലൂടെ കഴിഞ്ഞ ഉടനെ 2 വാക്കിൽ ദുആ ചെയ്യും. നീണ്ട ദുആ ഞങ്ങളെ കൂട്ടിയില്ല, മറ്റോരെ കൂട്ടിയില്ല എന്നുള്ള പരാതി ഒക്കെ നിങ്ങൾ സമാപന ദിവസേ പറയാവൂ. എല്ലാവരോടും പറയാം, സംഘാടകരോടടക്കം. സമാപന ദിവസം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യാം. കാരണം ആർക്കും സമയം വൈകിപ്പോകരുത്. 10 ദിവസം തുടരെ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയണം. ഇവിടെ ദുആ ചെയ്യേണ്ട പലരും ഉണ്ട്. ലിസ്റ്റ് വായിക്കുക നമ്മുടെ സമ്പ്രദായമല്ല. എന്നാലും മരണപ്പെട്ട ഷിഹാബുദ്ദീൻ അഹ്സനിക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കാൻ സഹോദരൻ പോപ്പുലർ ഗ്രൂപ്പ് ഡയറക്ടർ സാദിഖ് ഇബ്നു മുഹമ്മദ് എന്നയാള് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്
അദ്ദേഹം ഒരു വലിയ സംഭാവനയും കൂടെ നൽകിയിട്ടാണ് ആവശ്യപ്പെട്ടത്. എല്ലാ ദിവസവും ദുആ ചെയ്യണം. പടച്ചോനെ, ആ ശിഹാബുദ്ദീൻ അഹ്സനിക്ക് അയാൾ സംഭാവന തന്നെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ, സാധാരണക്കാരായാലും പണ്ഡിതന്മാരായാലും തങ്ങന്മാരായാലും എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവേ, നീ റാഹത്താക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ജീവിതം നീ റാഹത്താക്കണേ അല്ലാ. പടച്ചവനെ, എല്ലാ കൊല്ലവും ഈ സദസ്സിൽ വന്ന് കൂടാറുണ്ടായിരുന്ന ഞങ്ങളുടെ EN മഹ്മൂദ് മുസ്ലിയാര്, പടച്ചവനെ, അവരുടെ ഖബറിലേക്ക് ഇതിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാ. എഴുമല ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ പഴയ ഖാദിയാരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ, അർഹമുറാഹിമായ റബ്ബേ, ഇവിടുത്തെ പള്ളിക്കാട്ടിൽ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഈ സദസ്സിന്റെ ഗുണം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ ദുആ ചെയ്യാൻ പറഞ്ഞത് നിന്നൊരു പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ്. നിന്റെ ഹബീബിനെ പറഞ്ഞ സദസ്സ് നീ തട്ടൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാ പടച്ചോനെ, ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധപ്പെട്ടവർ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അസുഖം സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യണം. മരണപ്പെട്ട ഭർത്താവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാവാൻ, ദർസിൽ പഠിക്കുന്ന മകന്റെ പഠന പുരോഗതിക്ക് അല്ലാഹുവേ അതൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ദർസിൽ പഠിക്കുന്ന കുട്ടിക്ക് പുരോഗതി നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അസുഖങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. ബൈക്കപകടത്തിൽ മരണപ്പെട്ട മുക്കം കീലത്ത് ഇബ്രാഹിമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പടച്ചവനെ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ റബ്ബേ ഞങ്ങളെയും കൂടെ മോഹമാണ്, സാധിപ്പിച്ചു തരണേ അല്ലാ. കിണർ പണി തുടങ്ങിയിട്ടുണ്ട്, നല്ല വെള്ളം ലഭിക്കാൻ നീ നൽകണേ അല്ലാ. മരിച്ചുപോയ മുഴുവൻ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പടച്ചവനെ, പലരും പല കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ മാത്രമല്ല, ഇവിടെ ആയിരങ്ങളുണ്ട്. അതുപോലെ ദൂരെ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് 36,000 ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. പടച്ചവനെ, അവരുടെയൊക്കെ ആമീനുകൾ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മനസ്സിലെ വിഷമം പിടിച്ച കാര്യങ്ങളൊക്കെ നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. മകന് ജോലി നൽകണേ അല്ലാ. മാരകമായ രോഗം വരാതിരിക്കാൻ പടച്ചവനെ, ഞങ്ങൾക്കൊന്നും മാരകമായ രോഗങ്ങൾ വരുത്തല്ല അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആൾക്കും വരുത്തല്ല അല്ലാ. ഈമാൻ കിട്ടി മരിക്കാൻ അല്ലാഹുവേ, ഇത് ആരാണോ വസിയ്യത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. പടച്ചവനെ, നീ റാഹത്താക്കണേ അല്ലാ. ഷമീർ മുസ്ലിയാർ കൊടുവള്ളി, വളരെ പാവപ്പെട്ട ഒരു പ്രവർത്തകൻ, ഇക്കൊല്ലം സഖാഫിയായി ഇറങ്ങേണ്ട കുട്ടി പെട്ടെന്ന് ആ ക്യാൻസറാന്നറിഞ്ഞ് മരിച്ചുപോയി. ആ രോഗം എന്താണ്, മാസം കൊണ്ട് ആ രോഗം അറിഞ്ഞതും മരിച്ചതും ഒക്കെ. ആ സമയത്ത് അദ്ദേഹം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പടച്ചോനെ, അതിങ്ങനെ വായിച്ചാൽ വെറുതെ കരഞ്ഞു പോകും. പടച്ചോനെ, ഞങ്ങളുടെ ഷമീർ മുസ്ലിയാർ, പടച്ചോനെ, ആ കുട്ടിയുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. പടച്ചവനെ, നല്ല സന്തോഷം നൽകണേ അല്ലാ. നിങ്ങളെപ്പോലെ മോഹങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു 25-കാരൻ ഞാൻ ദാറുൽ ഖുലൂദിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ വരി വായിച്ചപ്പോഴാണ് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയത്. കാരണം ദുന്യാവിൽ ഒരുപാട് മോഹങ്ങൾ പൂവണിയാനുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷമീർ എഴുതിയ ലേഖനമാണ്, മെസ്സേജ് ആയിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ഒരു പോസ്റ്റ് വായിച്ചപ്പം വല്ലാതെ ദുഃഖിച്ചു പോയി. പടച്ചവനെ, ആ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഇതുവരെ ഇവിടെ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കട്ടെ. പടച്ചോനെ, മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം നീട്ടൂല. സാധാരണത്തതുപോലെ തന്നെ കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കും. ഇനി പതുക്കെ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മുടെ സമയമുള്ളത്. അതിൻ്റെ ഉള്ളിൽ പരിപാടി അവസാനിപ്പിക്കും. അരമണിക്കൂർ, കാരണം നമ്മൾ തുടങ്ങുന്നതിനനുസരിച്ചാണ് സംഗതി. തുടങ്ങാൻ വളരെ നേരത്തെ അങ്ങോട്ട് തുടങ്ങാൻ പറ്റിയാൽ അത്രയും നമുക്ക് നേരത്തെ അവസാനിപ്പിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, നമ്മളിപ്പോ എവിടെ ഉണ്ടായിരുന്നത്, ഗാന്ധിജി പറയുന്ന വരികളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, എനിക്കുറപ്പായി ഈ മനുഷ്യനുള്ള
ഈ ഒരു വല്ലാത്ത സംഗതി, വല്ലാത്ത മഹത്വങ്ങള്. ഇതാണ് ഇസ്ലാമിനെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിന് വേരോട്ടം നൽകിയത്, അല്ലാതെ ഒന്നുമല്ല. എന്നിട്ട് വീണ്ടും ഗാന്ധിജി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എഴുതുന്നു, ഹിസ് ഫിയർലെസ്നെസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയമില്ലായ്മ, നിർഭയത്വം, ആരെയും കൂശാത്ത പ്രകൃതിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഈ നേതാവിന് ഇത്രത്തോളം വിജയിക്കാൻ പറ്റിയത്. അതേ രൂപത്തിൽ തന്നെയാണ് ഹിസ് അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഇൻ ഹിസ് ഓൺ മിഷൻ. ദൈവത്തിലും, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയാണ്, ദൈവത്തിലും അതുപോലെ തന്നെ തന്റെ സ്വന്തം ദൗത്യത്തിലും തനിക്കുണ്ടായിരുന്ന ആ അപാരമായ പരമമായ വിശ്വാസമായിരുന്നു മുഹമ്മദിനെ വിജയിപ്പിച്ചിരുന്നത്. അതുകൊണ്ടല്ലേ അറാബിയുടെ മുമ്പിൽ നിന്ന് നിന്നെ ആരാ രക്ഷിക്കാന്ന് ചോദിച്ചപ്പോ അള്ളാഹു രക്ഷിക്കുന്നു പറഞ്ഞത്. കൈവിറച്ച് വാള് നിലത്ത് വീണപ്പോ ആ വാളെടുത്തിട്ട് നബി അറാബിയോട് തിരിച്ചു ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്ക ഈ വാള് കൊണ്ട് ഞാൻ വെട്ടിയാൽ? അറാബി റസൂലുള്ളാന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, നീ കനിഞ്ഞെങ്കിൽ മാത്രം രക്ഷപ്പെടും മുഹമ്മദേ. കണ്ടോ, ഇതാണ് ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധൈര്യം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത്, ഇത്രയും സ്വാധീനമുള്ള നേതാവാക്കി മാറ്റിയത്. എന്നിട്ട് ഈ ഗുണങ്ങൾ, എത്ര ഗുണങ്ങളാപ്പ നബിനെ പറ്റി എണ്ണിയത്. ഒരു മുസ്ലിമായ മനുഷ്യൻ പറയോ അങ്ങനെ? നോക്ക് നിങ്ങൾ, അതാ പറഞ്ഞ് നോൺ മുസ്ലിംസ് വ്യൂസ്, ഈ അമുസ്ലിമീങ്ങളായ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മുത്തുനബിയെ പറ്റി വളരെ വളരെ വിശാലാണ്. നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ എത്രയോ അപ്പുറത്താണ് കാര്യങ്ങളുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞവയൊക്കെയാണ് ആൻഡ് നോട്ട് ദ സോഡ്, ഒരിക്കലും വാളല്ല. കാരീഡ് എവരിതിങ് ബിഫോർ ദം, അവരുടെ മുമ്പിലുള്ളതെല്ലാം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് വാളല്ല, മറിച്ച് ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് സർമൗണ്ടഡ് എവരി ഒബ്സ്റ്റക്കിൾ, അതുപോലെ തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തതും ഇപ്പറഞ്ഞ ഗുണങ്ങളുള്ളത് കൊണ്ടാണ്, വാളുകൊണ്ടല്ല. സമാപിക്കുകയാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ വരിയൊന്ന് കേട്ടു നോക്കൂ. When I closed the second volume of the Prophet's biography, മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ 2ാം വോള്യം ഞാൻ വായിച്ചു തീർന്നപ്പോൾ I was sorry there was not more for me to read of that great life. ആ മഹത്തായ ജീവിതത്തെക്കുറിച്ച് ഇനി എനിക്ക് കൂടുതൽ അറിയാൻ ചാൻസ് ഇല്ലല്ലോ, ഞാൻ ദുഃഖിതനാണ്. കണ്ടാ, കുറെ വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതങ്ങ് വായിച്ചു തീർന്നപ്പോൾ എന്റെ മനസ്സിലെ ദുഃഖം ഇതായിരുന്നു, ഇനി എനിക്ക് ഈ ജീവിതത്തെ പറ്റി അറിയാൻ എന്റെ ഭാഷയിൽ ഇതെനിക്ക് മനസ്സിലാക്കാൻ മാർഗങ്ങളില്ലല്ലോ. അറബി ഭാഷയിൽ ധാരാളമുണ്ട്, അദ്ദേഹത്തിന് കിട്ടാവുന്ന ഭാഷയിൽ കഴിഞ്ഞു. പ്രൊഫറ്റ്സ് ബയോഗ്രഫി, ഇതിന്റെ 2ാം വാള്യം ഞാൻ വായിച്ചു തീർത്തപ്പം എനിക്ക് പിന്നെ മറ്റൊരു വകുപ്പ്, സ്രോതസ് എന്റെ മുമ്പിൽ ഈ മുഹമ്മദിനെ കുറിച്ച് പഠിക്കാൻ പിന്നെ ഇല്ല എന്ന സങ്കടത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ധാരാളം ആളുകൾ, ഞാനിത് പറയുമ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകം പറയാനുള്ളത്, ഒരുപാട് ആളുകൾ മോൺഗോമറി വാട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞ വരികളുണ്ട്. ഞാൻ ഒരല്പം ശേഖരിച്ചു കൊണ്ടുവന്നതാണ്. തോമസ് കാർലൈൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞ വരിയുണ്ട്. അതുപോലെ തന്നെ ജോർജ് ബെർണാഡ് ഷാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞ വരികളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴേക്ക് ഇപ്പറഞ്ഞതുപോലെ ഒരുപാട് നീണ്ടുപോകും. കാരണം കേവലം പറഞ്ഞാൽ പോരല്ലോ, അത് നമ്മുടെ പ്രമാണങ്ങളിലും കൂടെ കടന്നു എന്ന് ഇപ്പൊ പറഞ്ഞതുപോലെ ഒരല്പമൊക്കെ പറഞ്ഞാല് വല്ലാത്ത മഹബത്ത് തോന്നും മുത്തുനബിയോട്. കാരണം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ, KP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? അയാൾ പറഞ്ഞു, എന്നെ സ്വാധീനിച്ച വ്യക്തി തിരുനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. നമുക്ക് സ്വലാത്തിലേക്ക് കൂടെ അയാൾ പറയാണ്, തിരുനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് സ്വാധീനിച്ചത്. കാരണം അതുപോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഒരു ക്രിസ്ത്യാനിക്കും
ഒരു ഹിന്ദുവിനും മുസ്ലിമിനെ തകർക്കാൻ കഴിയില്ല. ആരാ പറയുന്നത്? രാമകൃഷ്ണനാ പറയുന്നത്. നേരത്തെ രാമനുണ്ണി പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ രാമകൃഷ്ണൻ പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ മുസ്ലിമീങ്ങളെ തകർക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങളെ തകർക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. കാരണം അയാൾ പറയാണ്, മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ വർത്തമാനകാല പതനത്തിന് ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിനെന്റെ മുമ്പിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയുമോ? അവരുടെ നേതാവിനെ പൂർണ്ണമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർ പഠിപ്പിക്കാൻ തയ്യാറാവട്ടെ. നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇത് തിരിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, രാമകൃഷ്ണൻ സാറിന് തിരിഞ്ഞു, രാമനുണ്ണിക്ക് തിരിഞ്ഞു. മുത്തുനബിയെ പഠിപ്പിക്കപ്പെടണം, എങ്കിൽ ഈ ഉമ്മത്ത് നന്നാവും, ഈ ഉമ്മത്തിന് രക്ഷ കിട്ടും. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ റസൂലുള്ളാഹിനെ പറ്റി 2 മദ്ഹ് പറയുമ്പോഴേക്ക് അരുത് അരുത് എന്ന് പറയുന്നവരാ എല്ലാവരും, അല്ലേ? അരുത് അരുത് എന്ന് പറയുന്നവരാണ്, അതിൽ അച്ചടക്കരാഹിത്യം കാണുന്നവരാണ്, അതിൽ ശിർക്കിന്റെ നിഴലുകൾ കാണുന്നവരാണ്. എന്തൊരു ഭയം! തുമ്മിയാ തെറിക്കുന്ന മൂക്ക്, അതല്ല മുസ്ലിമീങ്ങളുടെ തൗഹീദ്. മുസ്ലിമീങ്ങളുടെ തൗഹീദ് നല്ല ഉറപ്പുള്ള തൗഹീദാണ്. അവർക്ക് ഹബീബ് റസൂലുള്ളാഹിയുടെ മദ്ഹ് ആ തൗഹീദ് ഉറക്കാനുള്ള ഒരു കാരണമാണ്. മുസ്ലിമീങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നവരല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പുകഴ്ത്തണം, വാഴ്ത്തണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരൊക്കെ എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ മാത്രമേ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്രചരണങ്ങളാ. നേരാം വണ്ണം നബി തങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വന്നത്, ഈ ഉമ്മത്തിനകത്തുള്ളവർക്കൊക്കെ ഈ ഒരു ചിന്ത ഉണ്ടായി കിട്ടിയാൽ രക്ഷപ്പെടുമായിരുന്നു. ഉമ്മത്തിന്റെ പുറത്തുള്ളവരായി പറയുന്നത്. ഇനി തോമസ് കാർലൈൽ പറഞ്ഞ ചെറിയ വരിയാണ്, ചെറുത് നോക്കി തെരഞ്ഞെടുക്കുകയാണ്, ആകെ 4 വരിയേ ഉള്ളൂ, ചെറിയ വരി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വരികളൊക്കെ ഇവിടെ വായിക്കുകയാണെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ച വരികൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് വൈകിപ്പോകും. തോമസ് കാർലൈൽ അദ്ദേഹം പറയുന്നത് കേട്ടുനോക്കൂ സുഹൃത്തുക്കളെ. ദ ലൈസ്, വെസ്റ്റേൺ സ്ലാൻഡർ, ബ്രാക്കറ്റിൽ ദ ലൈസ്, കളവുകൾ എന്ന് പറഞ്ഞാൽ ഇൻ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് വെസ്റ്റേൺ സ്ലാൻഡർ, പാശ്ചാത്യൻ ദുരാരോപണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പാശ്ചാത്യന്മാരുണ്ടാക്കിയ പച്ച നുണകള്, വിച്ച് well-meaning zeal has heaped around this man. ഈ മനുഷ്യന് ചുറ്റും കുമിഞ്ഞുകൂടിയ, കുന്നുകൂടിയ, has heaped, കുമിഞ്ഞുകൂടിയ, കുന്നുകൂടിയ, round this man, ഈ മനുഷ്യന് ചുറ്റും കുമിഞ്ഞുകൂടിയ, കുന്നുകൂടിയ well-meaning zeal. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? കൃത്യമായ ഉദ്ദേശ്യത്തോടെ മെനഞ്ഞുണ്ടാക്കിയ ആരോപണങ്ങൾ, ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും തകർക്കാൻ വേണ്ടി പച്ച കളവ് മെനഞ്ഞുണ്ടാക്കിയവർ. അതാണ് വെൽമീനിങ് സീൽ. ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങള് സത്യത്തിൽ ഈ മനുഷ്യന് ചുറ്റും കുമിഞ്ഞുകൂടിയാന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ മുഹമ്മദ്. ആരും സംശയിക്കേണ്ട, വേറെ ആരെങ്കിലും പറ്റി പറഞ്ഞത് ഇങ്ങോട്ട് വായിക്കല്ല. മുഹമ്മദ് എന്ന ഈ നല്ല മനുഷ്യനെ പറ്റി കുമിഞ്ഞുകൂടിയ ഈ പാശ്ചാത്യൻ ദുരാരോപണങ്ങളാകുന്ന കളവുകള് ആർ ഡിസ്ഗ്രേസ്ഫുൾ ടു അവർ സെൽഫ്സ് ഓൺലി. അത് നമുക്ക് തന്നെ അപമാനകരമാകുന്നു, നാണക്കേടാകുന്നു. മനുഷ്യൻ കേട്ടാ നാണക്കേടാണ്, പച്ച നുണയാണ് എല്ലാ ആരോപണങ്ങളും. ആരാ പറയുന്നത്? തോമസ് കാർലൈൽ. ഇവർ മുഹമ്മദ് നബിയെ പഠിക്കാൻ തയ്യാറാവണം, ഇവർ മുഹമ്മദ് നബിയെ പഠിക്കാൻ തയ്യാറാവണം. എന്നാൽ ഇത് ഇവർക്ക് തന്നെ അപമാനകരമാണ്, ഈ കെട്ടിച്ചമച്ച കളവുകൾ എന്ന് പറയേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞത് എത്ര ശരിയാണ് നോക്കൂ നിങ്ങള്. ഹബീബിനെ പറ്റി പറഞ്ഞത് എത്ര ശരിയാണ്. തോമസ് കാർലൈൽ പറഞ്ഞത് ശരിയല്ലേ? കേട്ടോളൂ സുഹൃത്തുക്കളെ. അള്ളാഹു പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും കാര്യല്ല. സൂറത്തുൽ ഇസ്രായിലെ 48-ാം വചനവും സൂറത്തുൽ ഫുർഖാനിലെ 9-ാം വചനവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമല്ല. ഒരേ വാക്ക് 2 വട്ടം ആവർത്തിച്ചു വന്നത് കാണാം. എന്താണ് ആ വാക്ക്? ഉൻദുർ കൈഫ ദറബൂ ലകൽ അംസാല ഫളല്ലൂ ഫലാ യസ്തതിഊന സബീലാ. നബിയേ, തങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. തങ്ങളെ ഉൻദുർ, നബിയെ തങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്.
ഒന്ന് ശരിക്ക് ഗാഢമായി ആലോചിച്ചു നോക്കൂ തങ്ങളെ. കൈഫ ദറബൂ ലക്കൽ അംസാൽ, തങ്ങളെപ്പറ്റി എന്തൊക്കെ ആരോപണങ്ങളാ ഇവർ പറഞ്ഞത്. കൈഫ ദറബൂ ലക്കൽ അംസാൽ, തങ്ങൾ പെൺഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ, അങ്ങ് കവിയാണെന്ന് പറഞ്ഞില്ലേ, പഠിച്ച കവിയാണെന്ന് പറഞ്ഞില്ലേ, അങ്ങ് മരണക്കാരനാണെന്ന് പറഞ്ഞില്ലേ, നബിയെ അങ്ങ് ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ. കൈഫ ദറബൂ ലക്കൽ അംസാൽ, നിങ്ങൾക്ക് വേണ്ടി എത്ര ഉദാഹരണങ്ങളാ ഇവർ മാറ്റി പറഞ്ഞു നോക്കിയത്. പക്ഷേ ആ ഉദാഹരണങ്ങളിലൊക്കെയും ഫളല്ലൂ, അവരമ്പേ പരാജയപ്പെട്ടു, അവർ പിഴച്ചുപോയി. ആ ഉദാഹരണങ്ങളൊന്നും ആ ആരോപണങ്ങളൊന്നും ക്ലച്ച് പിടിച്ചില്ല. അതാ ഫളല്ലു പറഞ്ഞതിന്റെ അർത്ഥം. ക്ലച്ച് പിടിക്കാതെ പോയി. ഫലാ യസ്തതീഊന സബീല, അവർക്ക് ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല. ഒരാരോപണം ഉന്നയിച്ചിട്ടും ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല നബിയെ. ഒരിക്കലും ഒരാരോപണത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാ ആരോപണങ്ങളും മണ്ണിനുള്ളിൽ പോവുകയാണ് ഹബീബായ നബിയെ ചെയ്തിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പച്ചക്കളവുകളല്ലാതെ സത്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് മുഴുവനും റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. കൂടുതൽ നീട്ടുന്നില്ല, കാരണം സമയം കഴിഞ്ഞു തുടങ്ങുന്നു. ഇനി ഒരു 10 മിനിറ്റും കൂടെ സമയമുള്ളൂ. അത് കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ ഒരൊറ്റ വരിയും കൂടെ വായിക്കാം. ജോർജ് ബെർണാഡ് ഷയുടെ ഒരു വരി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഹബീബിന്റെ കാലത്തുള്ളവരും വായിച്ചിട്ടുണ്ട്, ഹബീബിന്റെ കാലത്തുള്ളവരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അബൂ സുഫിയാനോട് ചോദിച്ചില്ലേ ഹിർക്കൽ രാജാവ്? അബൂ സുഫിയാനോട് ചോദിച്ചപ്പം അബൂ സുഫിയാൻ അങ്ങ് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയേണ്ടി വന്നു നിർബന്ധിതാവസ്ഥയിൽ. അതെല്ലാം കൂടെ കേട്ടപ്പോ ഹിർക്കൽ രാജാവ് അവിടെ വെച്ച് നബി തങ്ങളെ യെസ് വെച്ചു എന്നല്ല, നബി തങ്ങളുടെ സാന്നിധ്യത്തിലാ ഞാൻ ഉണ്ടായിരുന്നതെങ്കിൽ അവിടത്തെ കാല് ഞാൻ കഴുകുമായിരുന്നു എന്ന് ഹിർക്കൽ രാജാവ് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്രത്തോളം എത്തി. ആരാ പറഞ്ഞത്? മുസ്ലിമല്ല, അന്ന് മുസ്ലിമല്ലാത്ത അബൂ സുഫിയാൻ പിന്നെ മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അന്ന് മുസ്ലിമല്ല, ഇത് ചോദിക്കുമ്പം മുസ്ലിമല്ല. അങ്ങനെ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നല്ലത് പലരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞതും കൂടെ വായിച്ച് അതിന്റെ അർത്ഥവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഐ ഹാവ് ഓൾവേസ് ഹെൽഡ് ദ റിലീജിയൻ ഓഫ് മുഹമ്മദ് ഇൻ ഹൈ എസ്റ്റിമേഷൻ. ഞാൻ എന്നും മുഹമ്മദിന്റെ മതത്തിന് ഒരു വലിയ ബഹുമാനം, ഒരത്യുന്നതമായ ബഹുമാനത്തിലാണ് മുഹമ്മദിന്റെ മതത്തെ ഞാൻ എന്നും വെച്ച് പുലർത്തിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് വണ്ടർഫുൾ വൈറ്റാലിറ്റി. മറ്റൊന്നുമല്ല, ആ മതത്തിന്റെ അത്ഭുതകരമായ ഓജസ് കാരണമായിട്ടാണ് ആ മതത്തിന്റെ ഞാൻ ഇത്രയും വലിയ, അതിന്റെ ആ സജീവത കണ്ടിട്ട്, അതിന്റെ ഓജസ് കണ്ടിട്ടാണ് ഞാൻ ഇത്രയും വലിയ അംഗീകാരം ആ മതത്തിന് നൽകാൻ കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുകയാണ്. ഞാൻ അതിന്റെ വാക്കുകൾ മാത്രം പദാനുപദ അർത്ഥങ്ങൾ പറയുമ്പോഴേക്ക് സമയം വൈകും. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരാശയം, എനിക്ക് മനസ്സിലായ ഒരാശയം പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് ഈസ് ദ ഓൺലി റിലീജിയൻ, ഇത് ഒരേ ഒരു മതം, ഈ ഒരു മതം മാത്രമേ ഉള്ളൂ which appears to me to possess that assimilating capacity to the changing phase of existence. നിലനിൽപ്പിന്റെ മാറി മാറി വരുന്ന ഘട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു മതമേ പരിശുദ്ധ ഈ ലോകത്തുള്ളൂ, അത് ഇസ്ലാമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഐ ഹാവ് സ്റ്റഡീഡ് ഹിം, ആ മനുഷ്യനെ പറ്റി ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ദ വണ്ടർഫുൾ മാൻ, ഈ അത്ഭുതകരമായ മനുഷ്യനെ പറ്റി ഞാൻ ധാരാളം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായ പ്രകാരം, ഹി മസ്റ്റ് ബി കോൾഡ്, അയാളെ വിളിക്കപ്പെടണം, നിർബന്ധമായും വിളിച്ചേ പറ്റൂ. ഈ മനുഷ്യനെ വാഴ്ത്താൻ ഈ ഒരു വാക്ക് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ വിമോചകൻ, മനുഷ്യത്വത്തിന്റെ രക്ഷകൻ എന്നല്ലാതെ എനിക്ക് മുഹമ്മദിനെ വിളിക്കാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞതാണ്. വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. നബിയേ, പേന സാക്ഷിയാണ്,
നബിയെ പേന സാക്ഷിയാണ്, തങ്ങളെ പേന സാക്ഷിയാണ് കേട്ടോ. വമായസ്തുറൂൻ, ആ പേന പിടിച്ച് ഇവിടെ അക്ഷരങ്ങൾ വരയുന്ന ബുദ്ധിമാന്മാരുടെ എഴുത്തുകൾ സാക്ഷിയാണ് തങ്ങളെ, അവരുടെ വരികൾ സാക്ഷിയാണ് തങ്ങളെ. തങ്ങള് മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ, അങ്ങയുടെ സ്ഥാനം ലോകത്തുള്ള എല്ലാ എഴുത്തുകാരും സമ്മതിച്ചു പറയും. അതിന് മുസ്ലിമാകണം എന്ന് പോലുമില്ല, അതിന് മുസ്ലിമാകണം എന്ന് പോലുമില്ല, ഒരിക്കലുമില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ ഹബീബിനോട് അവിടത്തെ മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ബഹുമാനത്തോടെ വിളിക്കുന്ന നമ്മള്, ആ നേതാവിനെ നെഞ്ചിലേറ്റി നടക്കുന്ന നമുക്ക് ഈ ഹബീബിനെ പറ്റി എന്ത് പറയാൻ സാധിച്ചു? എന്ത് എഴുതാൻ പഠിച്ചു? എന്ത് എഴുതാൻ പറ്റി? എന്ത് പഠിക്കാൻ കഴിഞ്ഞു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുക. അടുത്ത ദിവസവും കൂടെ നിങ്ങൾ വരൂ. നാളെ ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. കണ്ട, നാളെയും ചർച്ച മുത്തുനബിയ. അത് കഴിഞ്ഞാൽ പിന്നെ പൊതുവിഷയങ്ങളിലേക്ക് എത്തി. നാളത്തെ ആയത്ത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അവിടെ വായിക്കാൻ ഞാൻ ഇന്ന് ബാക്കി വെച്ച ഭാഗങ്ങൾ. ഇന്ന് ബാക്കി വെച്ച ഭാഗങ്ങൾ എന്തായാലും അവിടെ എവിടെയെങ്കിലും ഒക്കെ ചാൻസ് വരും, അപ്പോൾ ഞാൻ വായിക്കാമെന്ന് മാത്രം പറയുന്നു. വിൽ ഡ്യൂറന്റ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. ഇഫ് വി റൈറ്റഡ് ഗ്രേറ്റ്നെസ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രേറ്റ് ഓൺ പീപ്പിൾ, ജനങ്ങളിൽ സ്വാധീനം നേടുക എന്നതാണ് മഹത്വം എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ വി വിൽ സേ, നമുക്ക് പറയേണ്ടി വരും, മുഹമ്മദ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ മുഹമ്മദ് മഹാന്മാരിൽ മഹാനാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹം ഉണ്ടാവില്ല. വിൽ ഡ്യൂറന്റ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഹബീബിനെ ഒന്ന് അടുത്തറിയണ്ടേ? അതാണ് നാളത്തെ പ്രഭാഷണം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, തങ്ങള് മഹത്തായ സൽ സ്വഭാവത്തിന്റെ ഉടമയാ തങ്ങളെ. തങ്ങള് ഏറ്റവും വലിയ മഹത്തായ സൽ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെ എന്ന് ഹബീബായ റസൂലുള്ളാഹിയോട് പ്രഖ്യാപിക്കുന്ന ഭാഗം നമുക്ക് നാളെ കേൾക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് പിരി. എത്രയും നേരം നിന്നില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ഇന്നലെ ഞങ്ങൾ പറഞ്ഞ വൈലത്തൂർ തങ്ങളുടെ ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ർ സവാബ് എത്തിക്കണേ അല്ലാ. ആ ഖബറിലേക്ക് ഇതിന്റെ സന്തോഷങ്ങൾ എത്തിക്കണേ അല്ലാ. ഇന്നലെ ദുആ ചെയ്തതും ഇനി ഞങ്ങൾ അവസാനം വരെ ദുആ ചെയ്യുവാൻ പോകുന്നതും ഒക്കെ നീ കബൂലാക്കണേ അല്ലാ. രോഗികളെ സുഖപ്പെടുത്തണേ അല്ലാ. പ്രയാസക്കാരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. വറഹംനാ വ ആബാഅനാ വ ഉമ്മഹാതിനാ വ അസാതിദനാ കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഒരു ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേജുമായി ബന്ധപ്പെടുക. കസാര സ്ത്രീകൾ ഒഴിഞ്ഞ ഉടനെ എല്ലാ വളണ്ടിയേഴ്സും കൂടി ആ കസാര ഒതുക്കി വെക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. റോഡിന് ഈ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക്